ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാരത്തോണിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇൻഹെറിറ്റൻസ് ടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മുടെ ഇതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഇൻഹെറിറ്റൻസ് ടാക്സ് ഡിസ്കസ് ചെയ്യും, നാളെ വാല്യൂ ആഡഡ് ടാക്സ്, ദെൻ അതിനുശേഷം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആൻഡ് ലാസ്റ്റ് ഡേ കോർപ്പറേഷൻ ടാക്സ് ആൻഡ് ഇൻകം ടാക്സ്. അപ്പോൾ ഇതിൽ നമ്മുടെ IHT-യുടെയും വാറ്റിൻ്റെയും CGT-യുടെയും ടോപ്പിക്സ് നമ്മളൊരു കംപ്ലീറ്റ് റിവിഷൻ പ്ലസ് ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, കാരണം ഇതിൽ കണ്ടന്റുകളൊന്ന് കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദിസ് ത്രീ ടോപ്പിക്സ്: IHT, VAT ആൻഡ് CGT. ദെൻ ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേഷൻ ടാക്സ്, ഇറ്റ്സ് എ വൈഡ് ടോപ്പിക്. അപ്പോൾ നമുക്കത് ഒന്ന് റിവൈസ് ചെയ്യാം, പെട്ടെന്ന് ഒരു ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഇമ്പോസിബിൾ. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സിൻ്റെയും കോർപ്പറേഷൻ ടാക്സിൻ്റെയും ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. IHT, VAT ആൻഡ് CGT നമ്മളൊരു റിവിഷൻ പ്ലസ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലായിരിക്കും ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് അവർ പ്ലാൻ. അപ്പോൾ ഇന്ന് നമ്മൾ IHT ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് IHTക്ക് നമ്മുടെ എക്സാമിന് ഉള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീസെൻ്റ്ലി ഉള്ള ACCയുടെ ഒരു എക്സാം ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരു 10-15% ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് IHTയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഒരു 10 മാർക്ക് ടു 15 മാർക്ക് വരെ IHTയിൽ നിന്ന് ടെക്സ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഓൺ ആൻ ആവറേജ്. ഓക്കെ, അപ്പോൾ മിനിമം 10 മാർക്ക് ഷുവർ ആണ്, കാരണം നമുക്ക് സെക്ഷൻ ബിയിൽ മോസ്റ്റ് പ്രോബബ്ലി റീസെൻ്റ്ലി ഉള്ള ഒരു എക്സാം ട്രെൻഡ് അനുസരിച്ചിട്ട് നമുക്ക് സെക്ഷൻ ബിയിലാണ് മോസ്റ്റ് പ്രോബബ്ലി IHT ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി. ഓക്കെ, സോ അപ്പോൾ നമുക്ക് IHT എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നമുക്കതൊന്ന് സമ്മറൈസ് ചെയ്യാം. ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ IHT എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ടാക്സ്, ഓൾറെഡി വി നോ ദി ഫുൾ ഫോം. ദെൻ അപ്പോൾ ഇതിൽ ഇൻഹെറിറ്റൻസ് ടാക്സിൽ നമുക്ക് നാല് നാല് കമ്പ്യൂട്ടേഷൻസ് ആണ് ആക്ച്വലി ഉള്ളത്. നമുക്ക് PET, പെറ്റ് എന്ന് പറയുന്ന കമ്പ്യൂട്ടേഷൻ, CLT, ഡെത്ത് എസ്റ്റേറ്റ് ആൻഡ് ടാക്സ് ഓൺ ഡെത്ത്. ഈ നാല് കമ്പ്യൂട്ടേഷൻസ് ആണ് നമുക്ക് നോർമലി ഉള്ളത്. IHTയിൽ ഈ നാലെണ്ണേ നമുക്ക് പഠിക്കാനുള്ളൂ. സോ പെറ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഒരു ഇൻഡിവിജ്വൽ വേറൊരു ഇൻഡിവിജ്വൽ, ഈ പെറ്റും CLTയും ഈ രണ്ട് ട്രാൻസ്ഫേഴ്സും ലൈഫ് ടൈം ട്രാൻസ്ഫേഴ്സ് ആണ്. ഓക്കെ, ഒരാളുടെ ലൈഫ് ടൈമിൽ ഒരാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന രണ്ട് ട്രാൻസ്ഫേഴ്സ് ആണ് ഈ പെറ്റ് ആൻഡ് CLT. സോ പെറ്റ് എന്താണെന്നുള്ളത് അറിയാം നമുക്ക്. ഒരാൾ മറ്റൊരാൾക്ക് ലൈഫ് ടൈമിൽ ഒരു ഇൻഡിവിജ്വലിന് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പെറ്റ്. CLT എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ട്രസ്റ്റിന് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് CLT. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫേഴ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, പിന്നെ ഡെത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓൺ ഡെത്ത് ഓഫ് എ പേഴ്സൺ, ഒരാൾ ഡെത്ത് ആവുന്ന സമയത്ത് അയാളുടെ കയ്യിലുള്ള കംപ്ലീറ്റ് അസറ്റ്സ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ടാവും. സോ ഒബിയസ്ലി ദർ വിൽ ബി എ ടാക്സ്. അപ്പോൾ ആ ടാക്സിനെയാണ് നമ്മൾ ഡെത്ത് എസ്റ്റേറ്റ് എന്ന് പറയുക. അതായത് ഒരാളുടെ ഡെത്തിൻ്റെ സമയത്ത് അയാളുടെ അസറ്റ്സ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ടാവും. ആ അസറ്റ്സിൻ്റെ മേലെ, ആ അസറ്റ്സിനെ നമ്മൾ ഡെത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കും. അതിൻ്റെ മേലെ വരുന്ന ടാക്സ് ആണ് ഡെത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെത്തിൻ്റെ സമയത്താണ് കമ്പ്യൂട്ട് ചെയ്യുക. അതേപോലെ ടാക്സ് ഓൺ ഡെത്ത് എന്ന് പറയുന്നത് ലൈഫ് ടൈം ട്രാൻസ്ഫേഴ്സ് നടത്തി, അതായത് ലൈഫ് ടൈം ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുന്നത് പെറ്റും CLT ആണല്ലോ. ഈ രണ്ട് ട്രാൻസ്ഫേഴ്സ് നടത്തി വിത്തിൻ 7 ഇയറിനുള്ളിൽ ഡോണർ മരിച്ചാൽ ആ ഡെത്തിൻ്റെ സമയത്ത് ഈ പെറ്റ് ആൻഡ് CLT ടാക്സബിൾ ആവും, ചാർജബിൾ ആവും. ഓക്കെ, അതിനെയാണ് ഈ ടാക്സ് ഓൺ ഡെത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ നാല് കമ്പ്യൂട്ടേഷൻസ് ആണ് നമുക്ക് ആകെ എവിടെയുള്ളൂ, IHTയിൽ നമുക്ക് പഠിക്കാനുള്ളൂ ബേസിക്കലി. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ നാല് കമ്പ്യൂട്ടേഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് പറയാം. ദെൻ അതിനു മുമ്പ് നമുക്ക് IHTയിൽ വരുന്ന ടാക്സ് റേറ്റ്സ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ IHTയിൽ ടാക്സ് റേറ്റ്സ് വരുന്നത് ലൈഫ് ടൈം റേറ്റ് ഉണ്ട്, അതേപോലെ ഡെത്ത് റേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നോർമലി ലൈഫ് ടൈം റേറ്റ് ഓഫ് IHT എന്ന് പറയുന്നത് 20% ആണ്. ഓക്കെ, അപ്പോൾ 20% എന്ന് പറയുന്നത് ഇഫ് ഡോണി പേയ്സ്, ലൈഫ് ടൈമിൽ ഒരു ടാക്സ് ചെയ്യുമ്പോൾ, ലൈഫ് ടൈമിൽ ഒരു ട്രാൻസ്ഫർ നടത്തുമ്പോൾ അതിൻ്റെ ടാക്സ് പേ ചെയ്യുന്നത് ഡോണി ആണെങ്കിൽ ലൈഫ് ടൈമിൽ അതിൻ്റെ ടാക്സ് വരുന്നത് 20% ആയിരിക്കും. ദെൻ ലൈഫ് ടൈം ടാക്സ്, ഒരു ലൈഫ് ടൈമിൽ ഒരു ട്രാൻസ്ഫർ നടത്തുന്ന സമയത്ത് അവിടെ എറേസ് ചെയ്യുന്ന ടാക്സ് പേ ചെയ്യുന്നത് ഡോണർ ആണെങ്കിൽ 25% ആയിരിക്കും ടാക്സ്. ദെൻ ഡെത്തിൻ്റെ സമയത്തുള്ള എല്ലാ ടാക്സുകളും 40% ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3% ഓഫ് ടാക്സസ് ആണ് നമുക്ക് IHTയിൽ ആകെ ഉള്ളത്.
ഓക്കെ. ദെൻ അതേപോലെ നമുക്ക് നിൽ റേറ്റ് ബാൻഡ്സ് ഉണ്ട്. നിൽ റേറ്റ് ബാൻഡ് നമുക്ക് 325,000 ആണ് നിൽ റേറ്റ് ബാൻഡ്. അതേപോലെ റെസിഡൻഷ്യൽ നിൽ റേറ്റ് ബാൻഡ് ഉണ്ട്, അത് 175,000. സോറി. സോ ഇത്രയും ടാക്സ് റേറ്റ്സ് മാത്രമാണ് നമുക്ക് IST ഓർത്ത് വെക്കേണ്ടതുള്ളൂ. ഓക്കെ. സോ അപ്പോൾ നമുക്ക് എന്താണ് ഇനി പെറ്റ്, എന്താണ് CLT, അതിൻ്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത്, ലൈഫ് ടൈം ലൈഫ് ടൈമിൽ നമുക്ക് കുറച്ച് എക്സംഷൻസ് ഉണ്ട്. ഓക്കെ, ലൈഫ് ടൈമിൽ കിട്ടുന്ന എക്സംഷൻസ്. അപ്പോൾ ലൈഫ് ടൈമിൽ കിട്ടുന്ന എക്സംഷൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈമിൽ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സംഷൻസ് ആണ് ഈ ലൈഫ് ടൈം എക്സംഷൻസ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ എക്സാംസിലും കുട്ടികളെല്ലാവരും കൺസിഡർ ചെയ്യാൻ വിട്ടുപോകുന്ന ഒരു സംഭവമാണ് ഈ ലൈഫ് ടൈം എക്സംഷൻസ്. അപ്പോൾ ഈ ലൈഫ് ടൈം എക്സംഷൻസിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആനുവൽ എക്സംഷൻ ആണ്. മോസ്റ്റ് ഓഫ് എല്ലാ ISTയുടെ ക്വസ്റ്റ്യൻസിൽ എവ്രി ഇയർ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഈ ആനുവൽ എക്സംഷൻ. അപ്പോൾ ആനുവൽ എക്സംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,000 പെർ ഇയർ ആണ് ആനുവൽ എക്സംഷൻ. ഓക്കെ, എവ്രി ഇയർ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ ഗിഫ്റ്റിൻ്റെ വാല്യൂവിൽ നിന്ന് 3,000 പൗണ്ട് ആനുവൽ എക്സംഷൻ ഡിഡക്റ്റ് ചെയ്യാം. ദെൻ ഈ ആനുവൽ എക്സംഷൻ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ആനുവൽ എക്സംഷൻ ക്യാൻ ക്യാരി ഫോർവേഡ് ടു വെരി നെക്സ്റ്റ് ഇയർ. ഓക്കെ, ഒരു കൊല്ലത്തിലേക്ക് ആനുവൽ എക്സംഷൻ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മീൻസ് ഇപ്പോൾ ഈ വർഷം ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ ഗിഫ്റ്റിൽ എനിക്ക് ആനുവൽ എക്സംഷൻ റെഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ കൊല്ലം കൊടുത്ത ഗിഫ്റ്റിൻ്റെ വാല്യൂ ആകെ 2,000 ഉള്ളൂ. സോ ആനുവൽ എക്സംഷൻ 3,000 2,000 ഞാൻ ഓൾറെഡി ഈ വർഷം യൂസ് ചെയ്തു. സോ ദി റിമൈനിങ് 1,000 ഐ ക്യാൻ ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ. ഓക്കെ, അപ്പോൾ ഒരു വർഷം ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആ 3,000 കംപ്ലീറ്റ് നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. സോ മാക്സിമം ആനുവൽ എക്സംഷൻ ഒരു ഇയറിൽ കിട്ടുക 6,000 ആണ്. കറണ്ട് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ ക്യാരി ഫോർവേഡ് 6,000 ആനുവൽ എക്സംഷൻ വരെ ഒരു ഇയറിൽ മാക്സിമം കിട്ടാം. ഓക്കെ, സോ ദേഴ്സ് എ റൂൾ, എവ്രി ഇയർ നമ്മൾ ആനുവൽ എക്സംഷൻ യൂസ് ചെയ്യുമ്പോൾ കറണ്ട് ഇയേഴ്സ് ആനുവൽ എക്സംഷൻ ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, ക്യാരി ഫോർവേഡ് ആനുവൽ എക്സംഷൻ കറണ്ട് ഇയർ ആനുവൽ എക്സംഷൻ സെയിം ഇയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കറണ്ട് ഇയർ ആനുവൽ എക്സംഷൻ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യണം. ദെൻ അതിനുശേഷമേ നമുക്ക് ക്യാരി ഫോർവേഡ് ആനുവൽ എക്സംഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ എക്സംഷൻ. ലൈഫ് ടൈമിൽ കിട്ടുന്ന ലൈഫ് ടൈം ഗിഫ്റ്റുകൾ കിട്ടുന്ന എക്സംഷൻ ആനുവൽ എക്സംഷൻ. ദെൻ അതേപോലെ മാരേജ് ഗിഫ്റ്റ് എക്സംഷൻസ് ഉണ്ട്. ഇപ്പം പേരിൽ തന്നെ വിസിബിൾ ആണ്. ഒരു മാരേജിൻ്റെ പേർപ്പസിൽ മാരേജിന് വേണ്ടിയിട്ട് ഒരാൾ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് അതിൽ കിട്ടുന്ന എക്സംഷനാണ് മാരേജ് ഗിഫ്റ്റ് എക്സംഷൻ. അപ്പം മാരേജ് ഗിഫ്റ്റ് എക്സംഷന് നമുക്ക് സ്ലാബ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ സ്ലാബ് എന്ന് പറയുന്നത് പാരൻസ് ആണെങ്കിൽ, ഒരു സ്വന്തം മക്കളുടെ കല്യാണത്തിന് പാരൻസ് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ 5,000 ആണ് മാരേജ് ഗിഫ്റ്റ് എക്സംഷൻ. പിന്നെ അതേപോലെ ഗ്രാൻഡ് പാരൻസ് ആണെങ്കിൽ 2,500 ആണ്. ദെൻ അതേഴ്സ് മറ്റാരെങ്കിലും ആണെങ്കിൽ ദാറ്റ്സ് 1,000. ഈ ഒരു ഓർഡറിലാണ് മാരേജ് ഗിഫ്റ്റ് എക്സംഷൻ നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈഫ് ടൈമിൽ ഒരു പാരന്റ് ആളുടെ മകളുടെ കല്യാണത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, മാരേജ് ഓഫ് ഡോട്ടർ. ഓക്കെ, മകളുടെ കല്യാണത്തിന് ഒരു പാരന്റ് ഗിഫ്റ്റ് കൊടുക്കുക എന്ന് വിചാരിക്കും. അപ്പോൾ ഗിഫ്റ്റിന്റെ വാല്യൂ ഒരു 150,000 വാല്യൂ ഉള്ള ഗിഫ്റ്റാണ്. സോ ഇത് ബോത്ത് ആർ ഇൻഡിവിജ്വൽ. പാരന്റും ഇൻഡിവിജ്വൽ ആണ്, ഡോട്ടറും ഇൻഡിവിജ്വൽ ആണ്. സോ ഇറ്റ് വിൽ ബി എ പെറ്റ്, അല്ലേ? ഇപ്പോൾ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർ ആണ് പെറ്റ്. അപ്പോൾ പെറ്റായിട്ട് നമ്മൾ കാണിക്കുന്നത് ഈ 150,000 ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ലൈഫ് ടൈമിൽ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇത് മാരേജ് എന്നുള്ള പർപ്പസിൽ കൊടുക്കുന്ന ഗിഫ്റ്റാണ്. സോ മാരേജ് ഗിഫ്റ്റ് എക്സംഷൻ 5,000 മൈനസ് ചെയ്യാം. അതിനുശേഷം ആനുവൽ എക്സംഷൻ, കറണ്ട് ഇയറിൽ ആനുവൽ എക്സംഷൻ, മറ്റ് ഗിഫ്റ്റ് ഒന്നും ഈ ലൈഫ് ടൈമിൽ ഈ ഇയറിൽ ചെയ്തിട്ടില്ലെങ്കിൽ കറണ്ട് ഇയർ ആനുവൽ എക്സംഷൻ യൂസ് ചെയ്യാം. ദെൻ പ്രീവിയസ് ഇയറിലും ഇതേപോലെ ലൈഫ് ടൈം ഗിഫ്റ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയറിലെ ആനുവൽ എക്സംഷൻ ക്യാരി ഫോർവേഡും ചെയ്യാം. സോ ആക്ച്വലി ഈ ഫാദർ ഡോട്ടർക്ക് കൊടുത്ത ഗിഫ്റ്റിൻ്റെ വാല്യൂ ആസ് 150. ദെൻ ഇത് നമ്മൾ വാല്യുവേഷൻ എടുക്കുമ്പോൾ 139 എടുക്കുള്ളൂ. ഈ 139 ആണ് നമ്മൾ പെറ്റായിട്ട് കാണിക്കുക. സോ എല്ലാ ക്വസ്റ്റ്യനിലും കമ്പൽസറി ആയിട്ട് ഈ ഒരു കാര്യം ഓർക്കുക. എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് ലൈഫ് ടൈമിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ലൈഫ് ടൈം എക്സംഷൻസ് അവൈലബിൾ ആണോ എന്ന് നോക്കുക. മാരേജ് ഗിഫ്റ്റ് എക്സംഷനോ ആനുവൽ എക്സംഷനോ സ്മോൾ ഗിഫ്റ്റ് എക്സംഷനോ എന്തെങ്കിലും എക്സംഷൻസ് അവൈലബിൾ ആണെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ ഈ പെറ്റ് അല്ലെങ്കിൽ CLT ആയിട്ട് കാണിക്കേണ്ടത്.
ഓക്കെ, സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു എക്സെംഷൻ, മാരേജ് ഗിഫ്റ്റ് എക്സെംഷൻ. ആൻഡ് ഇനി തേർഡ് വൺ, ഇനി നമുക്ക് സ്മോൾ ഗിഫ്റ്റ് എക്സെംഷൻസ് ഉണ്ട്. ഓക്കെ, സ്മോൾ ഗിഫ്റ്റ് എക്സെംഷൻ എന്ന് പറയുന്നത് 250 pounds പെർ പേഴ്സൺ പെർ ടാക്സ് ഇയർ. അതായത് ഒരു ടാക്സ് ഇയറിൽ ഒരു ഇൻഡിവിജ്വലിന് 250 പൗണ്ടിൻ്റെ വരെ ഗിഫ്റ്റ് കൊടുക്കുന്നത് എക്സംപ്റ്റഡ് ആണ്. ദാറ്റ്സ് കമ്മിങ് അണ്ടർ സ്മോൾ ഗിഫ്റ്റ് എക്സെംഷൻ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരാൾ മറ്റൊരു ഇൻഡിവിജ്വലിന് ഒരു 200 പൗണ്ടിൻ്റെ ഗിഫ്റ്റ് ഒരു ടാക്സ് ഇയറിൽ കൊടുത്തു. അപ്പോൾ ഈ 250 പൗണ്ടിന് താഴെയുള്ള ഗിഫ്റ്റുകളെല്ലാം സ്മോൾ ഗിഫ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ 200 പൗണ്ട് സ്മോൾ ഗിഫ്റ്റ് എക്സെംഷൻ അണ്ടറിൽ കവേർഡ് ആണ്. ഓക്കെ, സോ ഇൻ ഫ്യൂച്ചർ ഈ ട്രാൻസ്ഫർ നടത്തി 7 ഇയറിൻ്റെ ഉള്ളിൽ ഡോണർ മരിച്ചാലും ഇതെന്താവില്ല, ചാർജബിൾ ആവില്ല. ഓക്കെ, അപ്പോൾ സ്മോൾ ഗിഫ്റ്റ് എക്സെംഷൻ അത് കംപ്ലീറ്റ്ലി IST നിന്ന് എക്സെംപ്റ്റഡ് ആണ്. ലൈഫ് ടൈമിലാണെങ്കിലും ഡെത്തിലാണെങ്കിലും അത് IST നിന്ന് എക്സെംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിമിറ്റ് ഓർത്ത് വെക്കുക, 250 pounds പെർ പേഴ്സൺ പെർ ടാക്സ് ഇയർ. ഓക്കെ, സോ ഇതാണ് സ്മോൾ ഗിഫ്റ്റ് എക്സെംഷൻ. ഇതാണ് മേജർ ആയിട്ടുള്ള കുറച്ച് എക്സെംഷൻസ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഈ പെറ്റിൻ്റെയും CLTയുടെയും എക്സാമ്പിൾസ് പറയാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ബാക്കിയുള്ള ടോപ്പിക്സും എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഓക്കെ, അപ്പം നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ എക്സാമ്പിൾസ് ഒന്ന് ആ ഡേറ്റ്സും ആ എമൗണ്ട്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, സോ അപ്പോൾ ഇത് നമ്മുടെ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പെറ്റ്, CLT, ഡെത്ത് എസ്റ്റേറ്റ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു എക്സ്പ്ലനേഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരാൾ ലൈഫ് ടൈമിൽ ചെയ്തിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ലൈഫ് ടൈമിൽ ഒരു CLT ഓൺ January 2017, നെക്സ്റ്റ് ഓൺ September 21 ഒരു പെറ്റ്, May 2025 ഒരു CLT. അപ്പോൾ ഇത്രയും ട്രാൻസ്ഫേഴ്സ് ഒരാൾ ലൈഫ് ടൈമിൽ നടത്തി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് December 2025 ആയപ്പോൾ ഇയാൾ ഡെത്തായി. ഡെത്ത് ആവുന്ന സമയത്ത് ഡെത്ത് എസ്റ്റേറ്റ് ഒരു 600,000 വാല്യൂ ഉള്ള ഡെത്ത് എസ്റ്റേറ്റ് ആളുടെ കയ്യിലുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇതിന് നമുക്ക് ഈ ട്രാൻസ്ഫേഴ്സിന് രണ്ട് ഫേസ് ഓഫ് കാൽക്കുലേഷൻസ് ഉണ്ട്. അതായത് ലൈഫ് ടൈമിൽ ഈ ഓരോ ട്രാൻസ്ഫർ നടത്തുന്ന സമയത്തും വരുന്ന ടാക്സ് കാൽക്കുലേഷൻസ്, ഡെത്തിൻ്റെ സമയമാകുമ്പോൾ ഇയാളുടെ ഓൺ ഡെത്ത് ഓഫ് ദിസ് ഡോണർ വരുന്ന അഡീഷണൽ കാൽക്കുലേഷൻസ്. ഓക്കെ, അപ്പോൾ ലൈഫ് ടൈം ട്രാൻസ്ഫേഴ്സിന് ലൈഫ് ടൈമിൽ വരുന്ന ടാക്സസ്. ഓക്കെ, അപ്പോൾ ലൈഫ് ടൈമിൽ വരുന്ന ടാക്സസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ലൈഫ് ടൈമിൽ ഓരോ ട്രാൻസ്ഫേഴ്സും നമ്മൾ എടുക്കുക. അപ്പോൾ ആദ്യത്തേത് ഒരു CLT ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫിഗേഴ്സ് എല്ലാം ആഫ്റ്റർ എക്സംഷൻസ് ആണെന്ന് വിചാരിക്കും. ആഫ്റ്റർ എക്സംഷൻസ് ആണ് തന്നിരിക്കുന്ന ഫിഗേഴ്സ് എല്ലാം. അപ്പോൾ ഇൻ കേസ് ഇത് എക്സംഷൻ തന്നിട്ടുള്ളതല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, എക്സംപ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈ ആനുവൽ എക്സംഷൻ മൈനസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ ട്രാൻസ്ഫർ നടക്കുന്നത് ഇറ്റ് വാസ് എ CLT. ഓക്കെ, അത് നടക്കുന്നത് 2017 അപ്പോൾ ഇൻ കേസ് ഈ 120,000 ഈ എക്സംഷൻ ഡിഡക്റ്റ് ചെയ്യാതെയുള്ള എമൗണ്ട് ആണെങ്കിൽ, ഓക്കെ, ഇഫ് ഇറ്റ്സ് ബിഫോർ എക്സംഷൻസ് ആണെന്നുണ്ടെങ്കിൽ 120,000 നമ്മൾ എന്ത് ചെയ്യണം?
കറണ്ട് ഇയറിലെ ആനുവൽ എക്സംഷൻ 3000 മൈനസ് ചെയ്യണം, പ്രീവിയസ് ഇയറിലെ ആനുവൽ എക്സംഷനും 3000 മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ പ്രീവിയസ് ഇയറിലെയും ആനുവൽ എക്സംഷൻ ഡിഡക്റ്റ് ചെയ്യണമെന്ന് പറയാനുള്ള റീസൺ, നമുക്ക് പ്രീവിയസ് ഇയറിൽ ഒരു ട്രാൻസ്ഫർ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇൻ ദി ടാക്സ് ഇയർ 2015-16 അവിടെ എന്തെങ്കിലും ഒരു ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടില്ല. എങ്കിലും ഞാൻ പ്രീവിയസ് ഇയറിലെ ആനുവൽ എക്സംഷൻ ഇവിടെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാമിലേക്ക് നമ്മൾ വരുമ്പോൾ എക്സാമിനർ നമ്മളെ കൺസിഡർ ചെയ്യുന്നത് നമ്മളൊരു ടാക്സ് പ്രാക്ടീഷണർ എന്നുള്ള രീതിയിലാണ്. വി ആർ എ ടാക്സ് പ്രാക്ടീഷണർ. അപ്പം അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരാളുടെ ലൈഫ് ടൈമിൽ നടന്ന എല്ലാ ട്രാൻസ്ഫേഴ്സും ഡിസ്ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2016 ഒരു ട്രാൻസ്ഫർ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടില്ല, വിച്ച് മീൻസ് ദർ വാസ് നോ ട്രാൻസ്ഫേഴ്സ് ഇൻ 2016. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയറിൽ ട്രാൻസ്ഫർ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രീവിയസ് ഇയറിൽ ട്രാൻസ്ഫർ ഇല്ല, ബട്ട് ഓൾറെഡി ഇറ്റ്സ് മെൻഷൻഡ് ഓൾ ഫിഗേഴ്സ് ആർ ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് അവൈലബിൾ എക്സംഷൻസ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി എക്സംഷൻ കുറയ്ക്കേണ്ട, 120 തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് CLT ആണ്. അപ്പോൾ CLTയുടെ പ്രത്യേകത എന്താ? CLTയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദി ഡേ ഓഫ് ട്രാൻസ്ഫർ CLT ചാർജബിൾ ആണ്. ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റിൽ CLT ചാർജബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മേലെ ടാക്സ് വരും, ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് തന്നെ ടാക്സ് വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന റേറ്റിൽ CLT ചാർജബിൾ ആണ്. പിന്നെ CLTൻ്റെ വേറൊരു പ്രത്യേകത എന്താണ്? ഓൺ ദി ഡേ ഓഫ് ട്രാൻസ്ഫർ CLT ചാർജബിൾ ആവുന്ന പോലെ തന്നെ ഇഫ് ദി ഡോണേഴ്സ് ഡൈ വിത്തിൻ 7 years ഫ്രം ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ, ഡോണർ ഡെത്ത് ആകുമ്പോൾ പിന്നെയും ചാർജബിൾ ആവും. അപ്പോൾ CLT 2 തവണ ടാക്സ് ചെയ്യപ്പെടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ലൈഫ് ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇഫ് ദി ഡോണർ ഡൈസ് വിത്തിൻ 7 years ഫ്രം ദി ഡേ ഓഫ് ട്രാൻസ്ഫർ, ആ ഡോണറിൻ്റെ ഡെത്തിൻ്റെ സമയത്ത് അത് വീണ്ടും ചാർജബിൾ ആകാം. ഓക്കെ, സോ ഹിയർ നമുക്ക് ലൈഫ് ടൈമിൽ CLT ചാർജബിൾ ആണ്. അപ്പോൾ CLTയുടെ ടാക്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആൻഡ് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് തിങ് ഇൻ IHT എന്ന് പറയുന്നത് നമ്മുടെ നിൽ റേറ്റ് ബാൻഡാണ്. നമുക്ക് നിൽ റേറ്റ് ബാൻഡ് 325,000 ആണെന്ന് ഓൾറെഡി നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 325,000 ആണ് നമ്മുടെ നിൽ റേറ്റ് ബാൻഡ്. അപ്പോൾ ഈ നിൽ റേറ്റ് ബാൻഡ് എവ്രി ഇയർ 325,000 ആണോ കിട്ടുക? ഒബ്വിയസ്ലി അല്ല. നമ്മുടെ നിൽ റേറ്റ് ബാൻഡിന് ഒരു 7 year ക്യുമുലേഷൻ പീരീഡ് ഉണ്ട്. ഈ റൂള് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, 7 year ക്യുമുലേഷൻ പീരീഡ് അല്ലെ 7 year അക്യുമുലേഷൻ പീരീഡ് എന്ന് പറഞ്ഞൊരു റൂള് ഈ നിൽ റേറ്റ് ബാൻഡിനുണ്ട്. അതായത് 1 നിൽ റേറ്റ് ബാൻഡ് ഓഫ് 325,000 എന്ന് പറയുന്നത് 7 yearsലേക്കാണ്. 7 yearലേക്ക് ഒരു നിൽ റേറ്റ് ബാൻഡ്, അതായത് ഫോർ എ 7 year 325,000 നിൽ റേറ്റ് ബാൻഡ് കിട്ടും. സോ ഇതെങ്ങനെയാണ് 7 year നമ്മൾ കൗണ്ട് ചെയ്യുന്നത്? അതിലാണ് കുറച്ചൊരു അക്യുമുലേഷൻ റൂൾസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ലൈഫ് ടൈമിൽ ആദ്യമായിട്ട് നടന്ന ട്രാൻസ്ഫർ ആണ് 2017 CLT. സോ ഇവിടെ എത്ര നിൽ റേറ്റ് ബാൻഡ് കിട്ടും, എത്ര നിൽ റേറ്റ് ബാൻഡ് അവൈലബിൾ ആണ് എന്നറിയണമെങ്കിൽ നമ്മൾ ഈ ഡേറ്റിൽ നിന്ന് ഫ്രം ജാനുവരി 2017 പ്രീവിയസ് 7 years നമ്മൾ നോക്കും. ഓക്കെ, ജാനുവരി 2017 മുതൽ പ്രീവിയസ് 7 years നമ്മൾ എടുക്കും. ആൻഡ് നമ്മൾ നോക്കുക പ്രീവിയസ് 7 yearൽ എന്തെങ്കിലും ചാർജബിൾ ട്രാൻസ്ഫേഴ്സ് ഉണ്ടോ എന്നാണ് നോക്കുക. ഓക്കെ, പ്രീവിയസ് 7 yearൽ ഈസ് ദർ എനി ചാർജബിൾ ട്രാൻസ്ഫേഴ്സ് ഇൻ ദി പ്രീവിയസ് 7 years. അപ്പോൾ പ്രീവിയസ് 7 yearൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞതനുസരിച്ച് ദർ വാസ് നോ ട്രാൻസ്ഫേഴ്സ് ഇൻ പ്രീവിയസ് 7 year. സോ ഇവിടെ അപ്പോൾ നമുക്ക് നിൽ റേറ്റ് ബാൻഡ് എത്ര അവൈലബിൾ ആണ്? നിൽ റേറ്റ് ബാൻഡ് 325,000 ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ലൈഫ് ടൈമിൽ പ്രീവിയസ്ലി ദർ വാസ് നോ ട്രാൻസ്ഫർ, സോ ദി വോൾ നിൽ റേറ്റ് ബാൻഡ് അവൈലബിൾ ഇൻ ജാനുവരി 2017. പക്ഷേ നമുക്കിവിടെ 325,000 ആവശ്യമില്ല. ദി ചാർജബിൾ ട്രാൻസ്ഫർ ഓൺലി 120,000. സോ 120,000 കംപ്ലീറ്റ്ലി നിൽ റേറ്റ് ബാൻഡിൽ കവേർഡ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ടാക്സ് ഒന്നും അടയ്ക്കേണ്ടി വരില്ല. സോ ജാനുവരി 2017 there was a transfer of 120,000. It was covered under the nil rate band. So there is no lifetime tax paid by the donor on the date of transfer. Okay, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടാക്സും പേ ചെയ്യേണ്ട. ഓക്കെ, ഇനി അതിനുശേഷം നെക്സ്റ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ജാനുവരി 2017 കഴിഞ്ഞു. ആൻഡ് ദെൻ നെക്സ്റ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് സെപ്റ്റംബർ 2021 ദാറ്റ് വാസ് എ പെറ്റ്. ഓക്കെ, അത് പെറ്റാണ്. പെറ്റ് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എക്സംപ്റ്റ് ട്രാൻസ്ഫർ, ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫർ നടക്കുമ്പോൾ പെറ്റിൻ്റെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞത്?
ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർ ഓൺ ദി ഡേ ഓഫ് ട്രാൻസ്ഫർ അത് എക്സംപ്റ്റഡ് ആണ്. അതായത് ഇപ്പോൾ ഞാൻ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്ന ഡേറ്റിൽ പെറ്റാണല്ലോ, ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർ ആണല്ലോ, ഓൺ ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഇത് കംപ്ലീറ്റ്ലി IHT ഫ്രീ ആണ്. അന്ന് നമ്മൾ ടാക്സ് ഒന്നും കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നിൽ റെഡ് ബാൻഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എക്സംഷൻസ് ഉണ്ടെങ്കിൽ കുറയ്ക്കാം, അത് ശ്രദ്ധിക്കണം. ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് എല്ലാ ഫിഗേഴ്സും ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് എക്സംഷൻ ആണ് തന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അതല്ലായിരുന്നുവെങ്കിൽ, ഇൻ കേസ് ഇതിൽ ആനുവൽ എക്സംഷൻസ് ഒന്നും ഡിഡക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഈ 2021 ഞാനൊരു പെറ്റ് നടത്തുകയല്ലേ, അല്ലേ, ഒരു ട്രാൻസ്ഫർ നടത്തുകയാണ്. അപ്പോൾ എനിക്ക് കറണ്ട് ഇയറിൽ 3000 ആനുവൽ എക്സംഷൻ കുറയ്ക്കാം. 2020 ഒരു ട്രാൻസ്ഫർ നടന്നതായിട്ട് പറയുന്നില്ല, അല്ലേ, 2017 ശേഷം നെക്സ്റ്റ് ട്രാൻസ്ഫർ 21 അപ്പോൾ 2020 ഒരു ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടാവില്ല. അവിടുത്തെ ആനുവൽ എക്സംഷൻ ഐ ക്യാൻ ക്യാരി ഫോർവേഡ്. സോ എനിക്ക് പെറ്റായിട്ട് കാണിക്കേണ്ടത് ഗിഫ്റ്റിന്റെ വാല്യൂ 150,000 അല്ല, ഞാൻ കാണിക്കേണ്ടത് 144,000 ആണ്. ഓക്കെ, ആനുവൽ എക്സംഷൻ ഡിഡക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് എല്ലാ ഫിഗേഴ്സും ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്, എക്സംഷൻസ് ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ആനുവൽ എക്സംഷൻസ് ഡിഡക്ട് ചെയ്യുന്നില്ല, നമ്മൾ 150 തന്നെ എടുക്കും. ഓക്കെ, അപ്പോൾ ആനുവൽ എക്സംഷൻ കുറച്ചിട്ടില്ലെങ്കിൽ ആനുവൽ എക്സംഷൻ ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ 150 തന്നെ പെറ്റായിട്ട് എടുത്തു. അപ്പോൾ പെറ്റാകുമ്പോൾ ലൈഫ് ടൈമിൽ അതിന് ടാക്സ് ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പൊട്ടൻഷ്യലി എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞ് മാത്രം കാണിച്ചാൽ മതി, ലൈഫ് ടൈമിൽ അതിന് ടാക്സ് ഒന്നും വരില്ല. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എപ്പോഴാണ്? മെയ് 2025. മെയ് 2025 എഗെയിൻ ഒരു CLT. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് വേണം? ആനുവൽ എക്സംഷൻ. അത് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ഓർക്കുക. ആനുവൽ എക്സംഷൻ ഇവിടെ ഡിഡക്റ്റഡ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ആനുവൽ എക്സംഷൻ ഡിഡക്ട് ചെയ്യുന്നില്ല. ദെൻ ആനുവൽ എക്സംഷൻ അവൈലബിൾ ആയിരുന്നുവെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ കറണ്ട് ഇയറിലും 2025 2024 ആനുവൽ എക്സംഷൻ നമുക്ക് അവിടെ ഡിഡക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്ക് ആനുവൽ എക്സംഷൻ ഡിഡക്ട് ചെയ്യണ്ട. പെറ്റിന് നിൽ റെഡ് ബാൻഡ് ഉണ്ടാവും. യെസ്, പെറ്റിന് നിൽ റെഡ് ബാൻഡ് ഉണ്ടാവും. പക്ഷേ ലൈഫ് ടൈമിൽ പെറ്റ് എക്സംപ്റ്റഡ് അല്ലേ? ലൈഫ് ടൈമിൽ പെറ്റിന് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ലൈഫ് ടൈമിൽ പെറ്റ് എക്സംപ്റ്റഡ് ആയതുകൊണ്ട് നിൽ റെഡ് ബാൻഡ് യൂസ് ചെയ്യണ്ട. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിൽ റെഡ് ബാൻഡ് ഈ പെറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നിൽ റെഡ് ബാൻഡ് അവൈലബിൾ ആണ്. ഓക്കെ, പക്ഷേ പെറ്റിന് നമ്മൾ IHT കാൽക്കുലേഷൻ ഇല്ല ലൈഫ് ടൈമിൽ. സോ നമ്മൾ ലൈഫ് ടൈമിൽ ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ, ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റിലെ കമ്പ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ നിൽ റെഡ് ബാൻഡ് യൂസ് ചെയ്യണ്ട. ഓക്കെ, ഇപ്പോൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം, നിൽ റെഡ് ബാൻഡ് അവൈലബിൾ എത്രയാണ്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, ഈ പെറ്റ് നടത്തുന്ന സമയത്ത് നിൽ റെഡ് ബാൻഡ് അവൈലബിൾ എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് നിൽ റെഡ് ബാൻഡ് അവൈലബിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുക? ഈ പെറ്റിൻ്റെ ഡേറ്റിൽ നിന്ന് പ്രീവിയസ് 7 ഇയർ എടുക്കുക. പ്രീവിയസ് 7 ഇയറിലെ ചാർജബിൾ ട്രാൻസ്ഫർ 325,000 നിന്ന് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർജബിൾ ട്രാൻസ്ഫർ 325,000 നിന്ന് മൈനസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ അവൈലബിൾ നിൽ റെഡ് ബാൻഡ് എന്ന് പറയുന്നത് 325,000. 2021 നിന്ന് പ്രീവിയസ് 7 ഇയർ എടുക്കുമ്പോൾ അതിൽ ജാനുവരി 2017 വരും. അവിടുത്തെ ചാർജബിൾ ട്രാൻസ്ഫർ 120,000. ഇത് നമ്മൾ മൈനസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ അവൈലബിൾ നിൽ റെഡ് ബാൻഡ് ഉണ്ടാവുക 205,000 ആണ്, അല്ലേ? അപ്പോൾ ഈ പെറ്റ് നടത്തുന്ന അന്ന് നിൽ റെഡ് ബാൻഡ് അവൈലബിൾ 205,000 ആണ്. പക്ഷെ നമുക്കത് യൂസ് ചെയ്യണ്ട, ബിക്കോസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പെറ്റ് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. നമ്മളിവിടെ നിൽ റെഡ് ബാൻഡ് അവൈലബിൾ ആണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 325,000 മൈനസ് 120,000, അങ്ങനെയാണ് 205 നമുക്ക് കിട്ടിയത്. ഈ 120,000 നമ്മൾ ഡിഡക്റ്റ് ചെയ്തില്ലേ? ഈ 120,000 എന്തായിരുന്നു? ഈ 120,000 എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫർ ഡേറ്റിൽ നിന്ന് പ്രീവിയസ് 7 ഇയർ എടുത്തു. പ്രീവിയസ് 7 ഇയറിലെ ചാർജബിൾ ട്രാൻസ്ഫർ ആണ് ഈ 120. അതായത് സെപ്റ്റംബർ 21 നമ്മൾ പ്രീവിയസ് 7 ഇയർ എടുക്കുമ്പോൾ ജാനുവരി 2017 വരും. അവിടുത്തെ ചാർജബിൾ ട്രാൻസ്ഫർ ആണ് നമ്മൾ മൈനസ് ചെയ്തത്. അതായത് പ്രീവിയസ് 7 ഇയറിൽ എത്ര നിൽ റെഡ് ബാൻഡ് യൂസ് ചെയ്തു എന്നല്ല നോക്കുക. ഇത് പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നിൽ റെഡ് ബാൻഡ് എത്ര അവൈലബിൾ ആണെന്ന് അറിയാൻ പ്രീവിയസ് 7 ഇയറിലെ ചാർജബിൾ ട്രാൻസ്ഫർ ആണ് മൈനസ് ചെയ്യുക. അപ്പോൾ സെപ്റ്റംബർ 21 നിന്ന് പ്രീവിയസ് 7 ഇയർ എടുക്കുമ്പോൾ അവിടുത്തെ ചാർജബിൾ ട്രാൻസ്ഫർ 120,000 ആണ്, നിൽ റെഡ് ബാൻഡ് യൂസ് ചെയ്തതും 120,000 ആണ്. അപ്പോൾ ഈ
യൂസ് ചെയ്ത നിൽ റൈറ്റ് ബാൻഡ് അല്ല നമ്മൾ കുറച്ചിരിക്കുന്നത്, ചാർജബിൾ ട്രാൻസ്ഫർ 120,000 ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ട് സെയിം എമൗണ്ട് ആണ്, ബട്ട് രണ്ടും രണ്ട് സാധനങ്ങളാണ്. ഓക്കെ, 120,000 ട്രാൻസ്ഫറിന്റെ വാല്യൂ, താഴത്തെ 120,000 നിൽ റൈറ്റ് ബാൻഡ് യൂസ്ഡ്. അപ്പം നിൽ റൈറ്റ് ബാൻഡ് യൂസ്ഡ് അല്ല നമ്മൾ എടുക്കുക, ചാർജബിൾ ട്രാൻസ്ഫർ ആണ് എടുക്കുക. ഓക്കെ, യെസ്. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ട്രാൻസ്ഫറിലേക്ക് പോവാം. ദെൻ അടുത്ത ട്രാൻസ്ഫർ നടക്കുന്നത് മെയ് 2025 അത് ഒരു CLT ആണ്, 300,000 CLT. അപ്പോൾ ഈ CLTയിൽ നമുക്ക് എന്ത് വേണം? CLT ലൈഫ് ടൈമിൽ ചാർജബിൾ ആണ്. അപ്പോൾ നമുക്ക് നിൽ റൈറ്റ് ബാൻഡ് വേണം. അപ്പം നിൽ റൈറ്റ് ബാൻഡ് അവൈലബിൾ എത്രയാണ് എന്ന് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഈ ട്രാൻസ്ഫർ ഡേറ്റിൽ നിന്ന്, മെയ് 2025 നിന്ന് പ്രീവിയസ് 7 ഇയർ നോക്കും. ഓക്കെ, പ്രീവിയസ് 7 ഇയറിൽ എന്തെങ്കിലും ചാർജബിൾ ട്രാൻസ്ഫർ ഉണ്ടോ എന്ന് നോക്കും. സോ മെയ് 2025 നിന്ന് നമ്മൾ പ്രീവിയസ് 7 ഇയർ എടുക്കുമ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫർ അല്ലേ ഉള്ളൂ. അതായത് മെയ് 2025 മുമ്പ് 2 ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്. ദി ഫസ്റ്റ് വൺ വാസ് ഓൺ 2017 ആൻഡ് ദി സെക്കൻഡ് വൺ വാസ് ഓൺ 2021. അപ്പോൾ ഈ മെയ് 25 നിന്ന് പ്രീവിയസ് 7 ഇയർ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഒരേ ഒരു ട്രാൻസ്ഫർ അല്ലേ ഉള്ളൂ, അല്ലേ? 2021 പെറ്റ് മാത്രമാണ് വിത്തിൻ 7 ഇയേഴ്സ് വരുന്നുള്ളൂ. 2017 ട്രാൻസ്ഫർ 7 ഇയറിന് മുൻപേ നടന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നിൽ റൈറ്റ് ബാൻഡ് അവൈലബിൾ ആവുന്നത് 325,000 അവൈലബിൾ ആയിരിക്കും. കാരണം ലൈഫ് ടൈമിൽ ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രീവിയസ് 7 ഇയർ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ അവിടെ ഒറ്റൊരു ട്രാൻസ്ഫറേ ഉള്ളൂ, അത് പെറ്റാണ്. പെറ്റ് ചാർജബിൾ അല്ലല്ലോ ലൈഫ് ടൈമിൽ. സോ പ്രീവിയസ് 7 ഇയറിൽ ചാർജബിൾ ട്രാൻസ്ഫേഴ്സ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ 325,000 നിൽ റൈറ്റ് ബാൻഡ് അവൈലബിൾ ആണ്. പക്ഷേ നമുക്കിവിടെ 3 ലാഖിൻ്റെ ആവശ്യമേ ഉള്ളൂ. 3 ലാഖ് നമ്മൾ ഇതിൽ നിന്ന് ഡിഡക്ട് ചെയ്യും. ആ എമൗണ്ട് മൊത്തം നിൽ റൈറ്റ് ബാൻഡിൽ കവേർഡ് ആവും. ലൈഫ് ടൈമിൽ ഒരു ടാക്സും വരില്ല. ഓക്കെ, അപ്പോൾ ലൈഫ് ടൈമിൽ ഈ 3 ട്രാൻസ്ഫേഴ്സ് ഒരാൾ നടത്തി, 3 ട്രാൻസ്ഫറിൻ്റെ മേലെയും ടാക്സ് വരുന്നില്ല. അതിൽ ആദ്യത്തെ ട്രാൻസ്ഫർ CLT ആണ്, മൂന്നാമത്തെ ട്രാൻസ്ഫർ CLT ആണ്. അത് രണ്ടും നിൽ റൈറ്റ് ബാൻഡിൽ കവേർഡ് ആയതാണ്. സെക്കൻഡ് ട്രാൻസ്ഫർ പെറ്റാണ്, അതിന് ലൈഫ് ടൈമിൽ ടാക്സ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് 3 ട്രാൻസ്ഫറിനും ലൈഫ് ടൈമിൽ ടാക്സ് വരുന്നില്ല. ഇനി നമുക്ക് ഡെത്തിൻ്റെ സമയത്തേക്ക് പോവാം. ഡെത്തിൻ്റെ സമയത്തുള്ള കാൽക്കുലേഷനാണ് ഇമ്പോർട്ടൻറ്റ്, അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിനി അഡീഷണൽ ടാക്സ് അറൈസിങ് ഓൺ ഡെത്ത്. അപ്പോൾ ഇയാളുടെ ഡെത്തിൻ്റെ സമയമാകുമ്പോൾ അഡീഷണൽ ടാക്സുകൾ വരും. അപ്പോൾ അഡീഷണൽ ടാക്സ് എങ്ങനെയൊക്കെയാണ് അഡീഷണൽ ടാക്സ് വരിക? ഒരു സെക്കൻഡ്. ഓക്കെ, സോ ഡെത്തിൻ്റെ സമയത്തുള്ള ടാക്സ് എങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും? അപ്പോൾ ഡെത്തിൻ്റെ സമയത്ത് ലൈഫ് ടൈമിൽ ട്രാൻസ്ഫർ നടത്തി 7 ഇയറിനുള്ളിൽ ഡോണർ ഡെത്ത് ആയാൽ ലൈഫ് ടൈമിലെ ടാക്സുകൾ ഡെത്തിൻ്റെ സമയത്ത് ചാർജബിൾ ആവും. സോ നമുക്ക് ഈ ഫസ്റ്റ് ട്രാൻസ്ഫർ ഒന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ജാനുവരി 2017 ഈ ട്രാൻസ്ഫർ കഴിഞ്ഞ് 7 ഇയറിന് ശേഷമല്ലേ ഡോണർ മരിക്കുന്നത്? ട്രാൻസ്ഫർ വാസ് ഇൻ 2017, ഡോണർ മരിക്കുന്നത് 2025 ഡിസംബർ, 7 ഇയർ കഴിഞ്ഞിട്ടാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ 120,000 CLTയുടെ മേലെ ഡെത്തിൻ്റെ സമയത്ത് അഡീഷണൽ ടാക്സ് ഒന്നും വരില്ല. ഓക്കെ, സോ നോ അഡീഷണൽ ടാക്സ് ഓൺ ഡെത്ത്. ഡെത്തിൻ്റെ സമയത്ത് ഈ ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ട് ഒരു ടാക്സുകളും ഡെത്തിൻ്റെ സമയത്ത് വരില്ല. ഓക്കെ, ദെൻ ലുക്ക് അറ്റ് ദി സെക്കൻഡ് ട്രാൻസ്ഫർ. സെക്കൻഡ് ട്രാൻസ്ഫർ നടക്കുന്നത് എപ്പോഴാണ്? സെപ്റ്റംബർ 2021. ദാറ്റ് വാസ് എ പെറ്റ്. അപ്പോൾ പെറ്റ് ലൈഫ് ടൈമിൽ പെറ്റ് എക്സംപ്റ്റഡ് ആയിരുന്നു. ലൈഫ് ടൈമിൽ പെറ്റിന് ടാക്സ് ഇല്ല. പക്ഷേ ഈ ട്രാൻസ്ഫർ നടത്തി വിത്തിൻ 7 ഇയേഴ്സിനുള്ളിൽ ഡോണർ മരിച്ചു. ഓക്കെ, ട്രാൻസ്ഫർ നടക്കുന്നത് 21, ഡെത്ത് സംഭവിക്കുന്നത് 25. സോ വിത്തിൻ 7 ഇയേഴ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഡോണർ വാസ് ഡൈഡ്. അപ്പോൾ സെപ്റ്റംബർ 21 ഈ പെറ്റ് ചാർജബിൾ ആവും. ഓക്കെ, അപ്പോൾ ഇനിയുള്ള കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പെറ്റ് ഡെത്തിൻ്റെ സമയത്ത് ചാർജബിൾ ആയി. അപ്പോൾ ഈ കമ്പ്യൂട്ടേഷൻ നമ്മൾ ചെയ്യുന്നത് എപ്പോഴായിരിക്കും?
ഈ ഡോണറിന്റെ ഡെത്തിന്റെ സമയത്തല്ലേ, അതായത് ലൈഫ് ടൈമിൽ 2021 ട്രാൻസ്ഫർ നടത്തുന്ന സമയത്ത് അത് എക്സെപ്റ്റഡാ. ആ ട്രാൻസ്ഫർ നടത്തി 7 ഇയറിനുള്ളിൽ ഡോണർ മരിച്ചു. ഡോണർ മരിച്ച സമയത്ത് ഈ ട്രാൻസ്ഫർ ചാർജബിൾ ആയി. ഓക്കെ, അപ്പോൾ ഈ ചാർജബിൾ ആവുമ്പോൾ ലൈഫ് ടൈമിൽ നടത്തിയ ട്രാൻസ്ഫറിന്റെ മേലെ ഡെത്തിന്റെ സമയത്ത് ടാക്സ് കാൽക്കുലേഷൻ വരും. അപ്പോൾ ഈ ടാക്സ് കാൽക്കുലേഷൻ എല്ലാം നടക്കുന്നത് ഡോണറിന്റെ ഡെത്തിന്റെ സമയത്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് നിൽ റേറ്റ് ബാൻഡ് വേണ്ടേ? ഓക്കെ, നിൽ റേറ്റ് ബാൻഡ് വേണമല്ലോ. അപ്പം നിൽ റേറ്റ് ബാൻഡ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ലൈഫ് ടൈമിലെ സെയിം ഡേറ്റ് വെച്ചിട്ടായിരിക്കും. അതായത് ഈ ട്രാൻസ്ഫർ നടന്നത് എപ്പോഴാണ്? സെപ്റ്റംബർ 21. ആ സെപ്റ്റംബർ 21 എത്രയാണോ നിൽ റേറ്റ് ബാൻഡ് ഇവർക്ക് കിട്ടുക, ഈ ഡോണർക്ക് സെപ്റ്റംബർ 21 എത്രയാണോ നിൽ റേറ്റ് ബാൻഡ് അവൈലബിൾ, ആ സെയിം തന്നെയാണ് ഡെത്തിൻ്റെ സമയത്തും അവൈലബിൾ ആവുള്ളൂ. അതായത് ഡെത്തിൻ്റെ സമയത്ത് നിൽ റേറ്റ് നമ്മൾ ഈ കമ്പ്യൂട്ടേഷൻ്റെ ഒരു റീകാൽക്കുലേഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റിലെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്തു, പെറ്റായിരുന്നു, എക്സെപ്റ്റഡ് ആണ്. ആ ട്രാൻസ്ഫർ നടത്തി 7 ഇയറിനുള്ളിൽ ഡോണർ മരിച്ചത് കൊണ്ട് പെറ്റ് ചാർജബിൾ ആയി. അപ്പം ചാർജബിൾ ആയ സമയത്ത് പെറ്റിന് നിൽ റേറ്റ് ബാൻഡ് യൂസ് ചെയ്യണം. അപ്പം നിൽ റേറ്റ് ബാൻഡ് എത്ര കിട്ടും, പെറ്റിന് എത്ര നിൽ റേറ്റ് ബാൻഡ് കിട്ടും എന്ന് അറിയണമെങ്കിൽ ഈ പെറ്റിൻ്റെ ട്രാൻസ്ഫർ നടന്ന ഡേറ്റ് മുതൽ പ്രീവിയസ് 7 ഇയർ തന്നെയാണ് എടുക്കുക. അതായത് ലൈഫ് ടൈമിലാണെങ്കിലും ഡെത്തിലാണെങ്കിലും നിൽ റേറ്റ് ബാൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ട്രാൻസ്ഫർ നടക്കുന്ന ഡേറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 2021 ഈ പെറ്റിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിന് എത്ര നിൽ റേറ്റ് ബാൻഡ് കിട്ടും എന്നറിയാൻ 2021 സെപ്റ്റംബർ മുതൽ പ്രീവിയസ് 7 ഇയർ നമ്മൾ എടുക്കും. ഓക്കെ, നമ്മൾ ലൈഫ് ടൈമിൽ എങ്ങനെയാണോ കമ്പ്യൂട്ടേഷൻ നിൽ റേറ്റ് ബാൻഡ് എത്ര കിട്ടും നോക്കിയത്, അതേ കാൽക്കുലേഷനാണ് ഡെത്തിൻ്റെ സമയത്തും ചെയ്യുക. ഈ ട്രാൻസ്ഫർ ഡേറ്റ് മുതൽ സെപ്റ്റംബർ 2021 മുതൽ പ്രീവിയസ് 7 ഇയർ എടുക്കും. ആ പ്രീവിയസ് 7 ഇയറിലെ ചാർജബിൾ ട്രാൻസ്ഫർ നമ്മൾ മൈനസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ഡെത്തിൻ്റെ സമയത്ത് നിൽ റേറ്റ് ബാൻഡ് എത്ര അവൈലബിൾ ആയിരിക്കും? ലൈഫ് ടൈമിൽ അതേ കാൽക്കുലേഷനാണ് വരിക. 325,000 ആണ് മാക്സിമം നിൽ റേറ്റ് ബാൻഡ് മൈനസ് ചാർജബിൾ ട്രാൻസ്ഫേഴ്സ് ഇൻ പ്രീവിയസ് 7 ഇയർ. അതായത് സെപ്റ്റംബർ 21 നിന്ന് പ്രീവിയസ് 7 ഇയർ എടുക്കുക, അവിടുത്തെ ചാർജബിൾ ട്രാൻസ്ഫർ 325,000 നിന്ന് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 21 നിന്ന് പ്രീവിയസ് 7 ഇയർ എടുക്കുമ്പോൾ നമുക്കൊരു ട്രാൻസ്ഫർ അല്ലേ ഉള്ളൂ, ജനുവരി 2017. അവിടുത്തെ ട്രാൻസ്ഫർ 120,000 ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യും. സോ 205,000 നിൽ റേറ്റ് ബാൻഡ് ആണ് ഡെത്തിലും അവൈലബിൾ ആവുക. ഓക്കെ, ഈ പെറ്റിന് ഡെത്തിൻ്റെ സമയത്ത് 205 ആണ് നിൽ റേറ്റ് ബാൻഡ് ഉള്ളത്. സോ നമുക്കിവിടെ 150,000 യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 150,000 നമ്മൾ മൈനസ് ചെയ്യുന്നു. സോ ഡെത്തിൻ്റെ സമയത്തും പെറ്റ് ടാക്സ് ഫ്രീ ആയിരിക്കും. പക്ഷേ ഡെത്തിൻ്റെ സമയത്ത് പെറ്റ് എന്തായിരുന്നു? ചാർജബിൾ ആയിരുന്നു. ഓക്കെ, ഡെത്തിൻ്റെ സമയമായപ്പോൾ പെറ്റ് ചാർജബിൾ ആയി, പക്ഷേ അത് നിൽ റേറ്റ് ബാൻഡ് ഉള്ളത് കൊണ്ട് കവേർഡ് ആയതാണ്. ലൈഫ് ടൈമിൽ അങ്ങനെയായിരുന്നില്ല. ലൈഫ് ടൈമിൽ പെറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എക്സെപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ലൈഫ് ടൈമിൽ പെറ്റ്, ഡെത്തിൻ്റെ ടൈമിൽ പെറ്റ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയിരിക്കണം. ലൈഫ് ടൈമിൽ പെറ്റിന് ടാക്സ് ഇല്ല, അപ്പോൾ നമ്മൾ നിൽ റേറ്റ് ബാൻഡ് യൂസ് ചെയ്യില്ല. ഡെത്തിൻ്റെ സമയത്ത് പെറ്റ് ചാർജബിൾ ആണെങ്കിൽ ഈ ലൈഫ് ടൈമിൽ ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റിൽ നിന്ന് പുറകിലേക്ക് 7 ഇയർ എടുക്കുക, അവിടുത്തെ ചാർജബിൾ ട്രാൻസ്ഫർ 325,000 നിന്ന് കുറയ്ക്കുക. ആ നിൽ റേറ്റ് ബാൻഡ് ആണ് ഡെത്തിൻ്റെ സമയത്ത് പെറ്റിന് കിട്ടുക. ഓക്കെ, സോ ഇനി അതിനുശേഷം അടുത്ത ട്രാൻസ്ഫർ മെയ് 2025 ഒരു ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ട്. ദാറ്റ് വാസ് എ CLT. അപ്പം ലൈഫ് ടൈമിൽ ഈ CLT നിൽ റേറ്റ് ബാൻഡിൽ കവേർഡ് ആയിരുന്നു. ഓക്കെ, ലൈഫ് ടൈമിൽ നിൽ റേറ്റ് ബാൻഡിൽ കവേർഡ് ആയി, CLTക്ക് ടാക്സ് ഒന്നും വന്നിട്ടില്ല. അപ്പം ഡെത്തിൻ്റെ സമയത്ത് ഈ നിൽ റേറ്റ് ബാൻഡ് വീണ്ടും ഈ CLT വീണ്ടും ചാർജബിൾ ആയി. ഡെത്ത് സംഭവിക്കുന്നത് ഡിസംബർ 2025 അപ്പോൾ ഈ ട്രാൻസ്ഫർ ഈ CLT നടക്കുന്നത് മെയ് 2025 അപ്പോൾ ട്രാൻസ്ഫർ നടത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഡോണർ മരിച്ചു. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഡെത്തിൻ്റെ സമയത്ത് അഗെയിൻ ചാർജബിൾ ആയി. അപ്പോൾ ചാർജബിൾ ആകുമ്പോൾ എത്ര നിൽ റേറ്റ് ബാൻഡ് കിട്ടും നമുക്കറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെത്തിൻ്റെ സമയത്ത് ഈ ട്രാൻസ്ഫർ ഡേറ്റിൽ നിന്ന് പ്രീവിയസ് 7 ഇയേഴ്സ് എടുക്കും. അപ്പം ഡെത്തിൻ്റെ സമയത്ത് ഈ മെയ് 2025 നിന്ന് പ്രീവിയസ് 7 ഇയർ എടുക്കുമ്പോൾ സെപ്റ്റംബർ 25 ഒരു ചാർജബിൾ ട്രാൻസ്ഫർ ഇല്ലേ? ലൈഫ് ടൈമിൽ നമ്മൾ ഈ ട്രാൻസ്ഫർ ഡേറ്റിൽ നിന്ന് പുറകിലേക്ക് പ്രീവിയസ് 7 ഇയർ എടുക്കുമ്പോൾ അവിടെ ചാർജബിൾ ട്രാൻസ്ഫർ ഇല്ല. ലൈഫ് ടൈമിലും ഈ മെയ് 25 നിന്ന് പ്രീവിയസ് 7 ഇയർ എടുക്കുമ്പോൾ അവിടെ പ്രീവിയസ് 7 ഇയറിൽ പെറ്റ് ഉണ്ട്, പക്ഷേ പെറ്റ് ലൈഫ് ടൈമിൽ ചാർജബിൾ ആയിരുന്നില്ല. പക്ഷേ ഡെത്ത് വന്നപ്പോൾ സിറ്റുവേഷൻ മാറി. ഡെത്തിൻ്റെ സമയത്ത് ഈ മെയ് 2025 നിന്ന് നമ്മൾ പ്രീവിയസ് 7 ഇയർ എടുക്കുമ്പോൾ സെപ്റ്റംബർ 21 ആ പെറ്റ് ഉണ്ട്.
ഡെത്തിന്റെ സമയത്ത് ഈ പെറ്റ് ചാർജബിൾ ആണ്. അപ്പൊ ഡെത്തിന്റെ സമയത്ത് ഈ CLTക്ക് എത്ര നിൽ റേറ്റ് ബാൻഡ് കിട്ടും? നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 325,000 മാക്സിമം മൈനസ് നിൽ റേറ്റ് ബാൻഡ്, സോറി, ചാർജബിൾ ട്രാൻസ്ഫർ ഇൻ പ്രീവിയസ് 7 ഇയേഴ്സ്. അപ്പൊ ഇവിടുന്ന് മെയ് 25 നമ്മൾ പ്രീവിയസ് 7 ഇയർ എടുക്കുമ്പോൾ അവിടെ ഒരു ചാർജബിൾ ട്രാൻസ്ഫർ ഉണ്ട്, പെറ്റ്. ആ പെറ്റിന്റെ ചാർജബിൾ എമൗണ്ട് എത്രയാണ്? 150,000. അപ്പൊ ഡെത്തിന്റെ സമയമാകുമ്പോൾ ഈ CLTക്ക് കിട്ടുന്ന നിൽ റേറ്റ് ബാൻഡ് 175,000 ആയിരിക്കും. ഓക്കെ, സോ 175,000 3 ലാഖിൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്യാം. ബാക്കി 125,000 ഉണ്ടാവും. അതിന്റെ മേലെ IHT നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ IHT ഡെത്തിന്റെ സമയത്ത് 40% ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ നിൽ റേറ്റ് ബാൻഡ് കുറച്ചിട്ടുള്ള എമൗണ്ടിന്റെ മേലെ 125,000 മേലെ IHT 40% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സോ അപ്പൊ ഇതാണ് നമ്മുടെ CLTയിൽ വരുന്ന IHT. അപ്പൊ ഇനി ഡൗട്ട് നോക്കാം. അഡീഷണൽ ടാക്സ് CLT നിൽ റേറ്റ് ബാൻഡ് യൂസ് ചെയ്യണ്ടേ? അഡീഷണൽ, ഓക്കെ, അതായത് ഇവിടുത്തെ 120,000 നിൽ റേറ്റ് ബാൻഡ് ഡെത്തിന്റെ സമയത്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ട്രാൻസ്ഫർ, നമ്മുടെ ഈ ഫസ്റ്റ് ട്രാൻസ്ഫർ ഇല്ലേ, അതായത് ജാനുവരി 2017 നടത്തിയ ട്രാൻസ്ഫർ, അതിന് ഡെത്തിന്റെ സമയത്ത് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യണ്ടല്ലോ. അതായത് ഇത് ഡെത്തിന്റെ സമയം ഈ ജാനുവരി 2017 കഴിഞ്ഞ് 7 ഇയർ കഴിഞ്ഞിട്ടാണ് ഡോണർ മരിക്കുന്നത്. 2025 മരിക്കുന്നത്. സോ ഈ ട്രാൻസ്ഫറിന് ഡെത്തിന്റെ സമയത്ത് അഡീഷണൽ ടാക്സ് ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലൈഫ് ടൈം ട്രാൻസ്ഫേഴ്സിന്റെ ഡേറ്റ് ഓഫ് ഡെത്ത് ആണ് നോക്കേണ്ടത്. അതെ അതെ അതെ, അതായത് നമ്മൾ ഈ ലൈഫ് ടൈമിൽ CLTയും പെറ്റൊക്കെ ചെയ്യാം. ഇപ്പൊ ലൈഫ് ടൈമിൽ ഒരു CLT, ഒരു പെറ്റ്, അഗൈൻ ഒരു CLT, ഈ 3 ട്രാൻസ്ഫേഴ്സ് ആണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ട്രാൻസ്ഫർ നടക്കുന്ന ഡേറ്റ് മുതൽ വിത്തിൻ 7 ഇയറിൻ്റെ ഉള്ളിലാണ് ഡോണർ മരിക്കുന്നതെങ്കിൽ ആ ഡെത്തിന്റെ സമയത്ത് നമുക്ക് അഡീഷണൽ ടാക്സ് വരും. ഈ ട്രാൻസ്ഫർ നടത്തിയിട്ട് അഡീഷണൽ ടാക്സ് വരും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ലൈഫ് ടൈം ട്രാൻസ്ഫേഴ്സ് നടത്തിയതിൻ്റെ CLTയുടെയും പെറ്റിൻ്റെ ഒക്കെ ലൈഫ് ടൈമിലെ ടാക്സും ഡെത്തിലെ ടാക്സും നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. അപ്പോൾ നിൽ റേറ്റ് ബാൻഡ് യൂസ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലൊരു ഡെത്ത് എസ്റ്റേറ്റും കൂടെ ഉണ്ട്. ഓക്കെ, ഡെത്ത് എസ്റ്റേറ്റ്. അപ്പോൾ ഡെത്ത് എസ്റ്റേറ്റിൻ്റെ IHTയും കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡെത്ത് എസ്റ്റേറ്റിൻ്റെ IHT നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യം ഡെത്ത് എസ്റ്റേറ്റിൻ്റെ വാല്യൂ എടുക്കണം, 600,000. 600,000 ഡെത്ത് എസ്റ്റേറ്റിൻ്റെ വാല്യൂ നമ്മൾ എടുക്കും. അപ്പോൾ ഈ ഡെത്ത് എസ്റ്റേറ്റിന് നിൽ റേറ്റ് ബാൻഡ് കിട്ടുമോ എന്നറിയണം. ഓക്കെ, അപ്പോൾ ഡെത്ത് എസ്റ്റേറ്റ്, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറേ പേര് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഡെത്ത് എസ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുപോയിട്ട് ആനുവൽ എക്സംഷൻ കുറയ്ക്കും. ഓക്കെ, ഡെത്ത് എസ്റ്റേറ്റിന് ആനുവൽ എക്സംഷൻ കിട്ടൂല. കാരണം നമ്മൾ ഈ ആനുവൽ എക്സംഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ലൈഫ് ടൈം എക്സംഷൻസിലെ ഫസ്റ്റ് വണ്ണാണ് ഈ ആനുവൽ എക്സംഷൻ. ഇപ്പം ലൈഫ് ടൈം എക്സംഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈഫ് ടൈമിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന എക്സംഷനാണ് ആനുവൽ എക്സംഷൻ. ഡെത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്ന ഗിഫ്റ്റ് അല്ല. ഒരാൾ ഡെത്ത് ആവുമ്പോൾ അയാളുടെ കയ്യിലുള്ള അസറ്റ്സിന്റെ വാല്യൂ ആണ് ഡെത്ത് എസ്റ്റേറ്റ്. അപ്പോൾ ഡെത്ത് എസ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ട് ഒരിക്കലും ആനുവൽ എക്സംഷനോ ഈ മാരേജ് ഗിഫ്റ്റ് എക്സംഷനോ ഒന്നും കുറച്ച് വെച്ചേക്കരുത്. ഓക്കെ, അത് ലൈഫ് ടൈം ട്രാൻസ്ഫേഴ്സിന് മാത്രമുള്ള എക്സംഷനാണ് ഈ ആനുവൽ എക്സംഷൻ. ഓക്കെ, പക്ഷേ ഡെത്ത് എസ്റ്റേറ്റിന് എന്ത് കിട്ടും? നിൽ റേറ്റ് ബാൻഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഡെത്ത് എസ്റ്റേറ്റിന് എത്ര നിൽ റേറ്റ് ബാൻഡ് കിട്ടും എന്നറിയണം. ഡെത്ത് എസ്റ്റേറ്റിന് എത്ര നിൽ റേറ്റ് ബാൻഡ് കിട്ടും എന്നറിയാൻ നമ്മൾ ചെയ്യുന്നത് 325,000 ആണല്ലോ നിൽ റേറ്റ് ബാൻഡ്. നിൽ റേറ്റ് ബാൻഡ് മൈനസ് ഡെത്തിന്റെ ഡേറ്റിൽ നിന്ന് പ്രീവിയസ് 7 ഇയറിൽ വന്ന എല്ലാ ട്രാൻസ്ഫേഴ്സും മൈനസ് ചെയ്യാം. ഓക്കെ, ഡെത്ത് എസ്റ്റേറ്റിന്റെ നിൽ റേറ്റ് ബാൻഡ് എത്രയാണെന്ന് അറിയാൻ ഡെത്തിന്റെ ഡേറ്റ് മുതൽ പ്രീവിയസ് 7 ഇയേഴ്സ് എടുക്കുക. ആ പ്രീവിയസ് 7 ഇയറിലെ എവറി ട്രാൻസ്ഫേഴ്സ് 325,000 ഇത് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രീവിയസ് 7 ഇയറിൽ മെയ് 2025 ഒരു 300,000 ട്രാൻസ്ഫർ ഉണ്ട്. സെപ്റ്റംബർ 21 ഒരു 150,000 ട്രാൻസ്ഫർ ഉണ്ട്. ഈ 2 ട്രാൻസ്ഫേഴ്സ് വിത്തിൻ 7 ഇയേഴ്സ് പ്രയർ ടു ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ട്രാൻസ്ഫേഴ്സും എടുക്കുമ്പോൾ 325 വലിയൊരു എമൗണ്ടിന്റെ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞല്ലോ. സോ ഡെത്ത് എസ്റ്റേറ്റിന് അപ്പം നിൽ റേറ്റ് ബാൻഡ് കിട്ടൂല. ഓക്കെ, അപ്പോൾ ഡെത്ത് എസ്റ്റേറ്റിന്റെ നിൽ റേറ്റ് ബാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെത്തിന്റെ ഡേറ്റിൽ നിന്ന് പ്രീവിയസ് 7 ഇയർ എടുക്കുക. ദെൻ പ്രീവിയസ് 7 ഇയറിലെ എല്ലാ ട്രാൻസ്ഫേഴ്സിന്റെയും വാല്യൂ 325,000 നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് ഡെത്ത് എസ്റ്റേറ്റിന്റെ നിൽ റേറ്റ് ബാൻഡ്. സോ ഹിയർ ഇറ്റ് വിൽ ബി 0. ഓക്കെ, അപ്പോൾ ഡെത്ത് എസ്റ്റേറ്റിന്റെ നിൽ റേറ്റ് ബാൻഡ് ഒന്നും നമുക്ക്
ഡിഡക്റ്റ് ചെയ്യാനില്ല. സോ ഡെത്ത് എസ്റ്റേറ്റ് നമുക്ക് ഡയറക്ട്ലി ഡെത്തിന്റെ സമയത്ത് 40% ടാക്സ്ഡ് ആവും. ഓക്കെ, അപ്പൊ ഇത്ര എമൗണ്ട് ആണ് ഡെത്ത് എസ്റ്റേറ്റിന് വരുന്ന IST ലൈബിലിറ്റി. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചെറിയ എക്സാമ്പിളിന്റെ ആൻസർ നമ്മൾ ഇങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലൈഫ് ടൈമിലെ കാൽക്കുലേഷൻ ഇങ്ങനെയായിരിക്കും, ഡെത്തിലെ കാൽക്കുലേഷൻ ഇങ്ങനെയായിരിക്കും. നമുക്ക് എക്സാംസിന് എപ്പോഴും ചോദിക്കാറുള്ളത് ഈ ഡെത്തിലെ കാൽക്കുലേഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഡെത്തിലെ കാൽക്കുലേഷൻ ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പോൾ ലൈഫ് ടൈമിലെയും കൂടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ലൈഫ് ടൈമിലെയും ഡെത്തിലെയും ഒന്നിച്ച് പറയുമ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. മിക്കവാറും നമ്മുടെ ഈ കാൽക്കുലേഷൻ ആയിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വരുന്ന ടോപ്പിക്കുകൾ, ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളിപ്പോൾ റെസിഡൻഷ്യൽ നിൽ റൈറ്റ് ബാൻഡിനെ പറ്റി പറഞ്ഞിട്ടില്ല. നമ്മൾ റെസിഡൻഷ്യൽ നിൽ റൈറ്റ് ബാൻഡ് എഴുതിയിട്ടുണ്ട് 170,000, 175,000. ഇത് നമ്മൾ എന്താണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ 175,000 റെസിഡൻഷ്യൽ നിൽ റൈറ്റ് ബാൻഡ് നമുക്ക് ഡെത്ത് എസ്റ്റേറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഡെത്ത് എസ്റ്റേറ്റിൽ മാത്രമേ റെസിഡൻഷ്യൽ നിൽ റൈറ്റ് ബാൻഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഡെത്ത് എസ്റ്റേറ്റിൽ റെസിഡൻഷ്യൽ നിൽ റൈറ്റ് ബാൻഡ് യൂസ് ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം. ദി ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് there should be a മെയിൻ റെസിഡൻസ് ഇൻ ദി ഡെത്ത് എസ്റ്റേറ്റ്. ഡെത്ത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഒരാളുടെ മെയിൻ റെസിഡൻസ് ഉണ്ടാവണം. മെയിൻ റെസിഡൻസ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അത് ഡെഫിനേഷനൊന്നും നമുക്ക് പഠിക്കാനില്ല. ക്വസ്റ്റ്യനിൽ മെയിൻ റെസിഡൻസ് ഉണ്ടെങ്കിൽ നമ്മളോട് പറയും. അതായത് ഒരാൾ താമസിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന അയാളുടെ റെസിഡൻസിനെയാണ് മെയിൻ റെസിഡൻസ് എന്ന് പറയുന്നത്. സോ മെയിൻ റെസിഡൻസ് ഒരാളുടെ ഡെത്ത് എസ്റ്റേറ്റിൽ ഉണ്ടായിരിക്കണം. ആ മെയിൻ റെസിഡൻസ് ഡയറക്റ്റ് ഡിസെൻഡൻസിന് ട്രാൻസ്ഫർ ആവണം. ഡിസെൻഡൻസ് ഉദ്ദേശിക്കുന്നത് ചിൽഡ്രൻ ഓർ ഗ്രാൻഡ് ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ ഒരാൾ ഡെത്ത് ആവുമ്പോൾ അയാളുടെ ഡെത്ത് എസ്റ്റേറ്റിൽ ഒരു മെയിൻ റെസിഡൻസ് ഉണ്ടായിരിക്കും. ആ മെയിൻ റെസിഡൻസ് അയാളുടെ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ അവരുടെ മക്കൾക്കോ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലാണ് റെസിഡൻഷ്യൽ നിൽ റൈറ്റ് ബാൻഡ് യൂസ് ചെയ്യാൻ പറ്റുക. സോ മാക്സിമം റെസിഡൻഷ്യൽ നിൽ റൈറ്റ് ബാൻഡ് 175,000 ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഉണ്ട്, ഒരാൾ ഡെത്ത് ആകുമ്പോൾ അയാളുടെ ഡെത്ത് എസ്റ്റേറ്റിൽ മെയിൻ റെസിഡൻസ് ഉണ്ട്. മെയിൻ റെസിഡൻസിന്റെ വാല്യൂ 5 ലക്ഷമാണ്. ആ മെയിൻ റെസിഡൻസ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത് ഡയറക്റ്റ് ഡിസെൻഡൻസിനാണ്, മക്കൾക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. സോ ഡെത്ത് എസ്റ്റേറ്റിന്റെ കമ്പ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 175,000 റെസിഡൻഷ്യൽ നിൽ റൈറ്റ് ബാൻഡ് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അസറ്റിന്റെ വാല്യൂ 5 ലാക്ക് ആണെങ്കിലും മാക്സിമം റെസിഡൻഷ്യൽ നിൽ റൈറ്റ് ബാൻഡ് 175 ഉള്ളൂ. അപ്പോൾ 175 യൂസ് ചെയ്യാം. ചില കേസസിൽ പറയും മെയിൻ റെസിഡൻസിന്റെ വാല്യൂ 1 ലക്ഷം ഉള്ളൂ, 1 ലാക്കാണ് മെയിൻ റെസിഡൻസിന്റെ വാല്യൂ. റെസിഡൻഷ്യൽ നിൽ റൈറ്റ് ബാൻഡ് 1 ലാക്ക് അല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം റെസിഡൻഷ്യൽ നിൽ റൈറ്റ് ബാൻഡ് ആണ് 175,000. ഇൻ കേസ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ 175,000 താഴെയാണെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ ആണ് റെസിഡൻഷ്യൽ നിൽ റൈറ്റ് ബാൻഡ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അതാണ് നമ്മുടെ അടുത്തൊരു സിറ്റുവേഷൻ. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മൾ ഡെത്ത് എസ്റ്റേറ്റിനെ പറ്റി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഡെത്ത് എസ്റ്റേറ്റിൽ യെസ് ട്രാൻസ്ഫർ ഓഫ് നിൽ റൈറ്റ് ബാൻഡ് പറയാം, ഓഫ് കോഴ്സ്. അപ്പോൾ നമുക്ക് ഈ ഡെത്ത് എസ്റ്റേറ്റിന്റെ നോർമൽ കേസിൽ മിക്കവാറും എക്സാംസിൽ നമുക്ക് ഡെത്ത് എസ്റ്റേറ്റിന്റെ വാല്യുവേഷൻ മിക്കപ്പോഴും തരാറുണ്ട്. പക്ഷേ ഡെത്ത് എസ്റ്റേറ്റിന് ഒരു വാല്യുവേഷൻ റൂൾ ഉണ്ട്. ഓക്കെ, ഡെത്ത് എസ്റ്റേറ്റിന്റെ വാല്യുവേഷൻ റൂൾ എന്ന് പറയുന്നത് ഒരാൾ ഡെത്ത് ആവുമ്പോൾ അയാളുടെ കയ്യിലുള്ള എല്ലാ അസറ്റ്സിൻ്റെയും സം എമൗണ്ട് ആണ് ഡെത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. പക്ഷേ അതിന്റെ വാല്യുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാ അസറ്റ്സും നമ്മൾ എടുക്കും. ഒരാൾ ഡെത്ത് ആവുമ്പോൾ അയാളുടെ കയ്യിലുള്ള ക്യാഷ്, അയാളുടെ ബാങ്കിലുള്ള ബാലൻസ്, അയാളുടെ ഇൻവെസ്റ്റ്മെന്റ്സ്, അയാളുടെ ഷെയർസ്, അയാളുടെ പ്രോപ്പർട്ടീസ്, ദെൻ അയാളുടെ വെഹിക്കിൾസ്, ദെൻ അയാളുടെ വീടുകൾ, എല്ലാ പ്രോപ്പർട്ടീസും ഇൻവെസ്റ്റ്മെന്റ്സും എല്ലാം നമ്മൾ ഡെത്ത് എസ്റ്റേറ്റിന്റെ വാല്യുവേഷനിൽ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുന്നതാണ് ഡെത്ത് എസ്റ്റേറ്റിന്റെ വാല്യുവേഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഒരാളുടെ അസറ്റ്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്യും. പക്ഷേ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലാത്ത ഒരു അസറ്റ് ഉണ്ട്. 2 അസറ്റുകളുടെ കാര്യങ്ങൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പെൻഷൻ ഫണ്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഒരാളുടെ ഡെത്ത് എസ്റ്റേറ്റിൽ പെൻഷൻ ഫണ്ട് ഇൻക്ലൂഡ് ചെയ്യരുത്. ഇപ്പോൾ ഒരാൾ ഡെത്ത് ആകുമ്പോൾ അയാൾ ജോലി ചെയ്തിരുന്ന സമയത്ത് പെൻഷനിലേക്ക് ഫണ്ട് ഇട്ട് വലിയൊരു എമൗണ്ട് ഓഫ് പെൻഷൻ കോൺട്രിബ്യൂഷൻ അയാൾ നടത്തിയിട്ടുണ്ടാവാം. ആ പെൻഷൻ ഫണ്ട് ഡെത്ത് എസ്റ്റേറ്റിൽ എടുക്കൂല. ഓക്കെ, പിന്നെ അതേപോലെ കൺസിഡർ ചെയ്യേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ ലൈഫ് ഇൻഷുറൻസ്. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടാവില്ലേ?
ഇപ്പോൾ ഒരാൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ പ്രൊസീഡ്സ് ആണ് എടുക്കേണ്ടത്. ചില ക്വസ്റ്റ്യൻസിൽ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ പ്രൊസീഡ്സും അതിൻ്റെ മാർക്കറ്റ് വാല്യൂവും തരാം. അങ്ങനെ ഡിഫറെൻ്റ് എമൗണ്ട്സ് ചിലപ്പോൾ തരാം. അപ്പോൾ അങ്ങനെ തരികയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രൊസീഡ്സ് ആണ് ഡെത്ത് എസ്റ്റേറ്റിലേക്ക് ആഡ് ചെയ്യേണ്ടത്. പെൻഷൻ ഫണ്ട് എടുക്കാനേ പാടില്ല, പെൻഷൻ ഫണ്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിൻ്റെ പ്രൊസീഡ്സ് ആണ് എടുക്കേണ്ടത്. ലൈഫ് ഇൻഷുറൻസ് എടുക്കണം, പക്ഷേ അതിൻ്റെ പ്രൊസീഡ്സ് വേണം ഡെത്ത് എസ്റ്റേറ്റിലേക്ക് ആഡ് ചെയ്യാൻ. അപ്പം ഇങ്ങനെയുള്ള എല്ലാ അസറ്റ്സും നമ്മൾ ആഡ് ചെയ്യും, എക്സ്ക്ലൂഡിങ് പെൻഷൻ ഫണ്ട്. പിന്നെ അതിൽ നിന്ന് നമുക്ക് ഈ കുറേ ഡിഡക്ഷൻസും ഉണ്ട്. അപ്പോൾ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് ഇയാളുടെ ഡെത്തിൻ്റെ സമയത്ത് നടക്കുന്ന സെറിമണി, ഓക്കെ, ഫ്യൂണറൽ എക്സ്പെൻസസ്, ഇയാളുടെ ഡെത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്യൂണറൽ എക്സ്പെൻസസ് ഡെത്ത് എസ്റ്റേറ്റിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കാം. ഇയാളുടെ ലയബിലിറ്റീസ് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ലയബിലിറ്റീസ് ലീഗലി എൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ലയബിലിറ്റീസ് ആയിരിക്കണം. അതായത് ലീഗലി വാലിഡ് ആയിട്ടുള്ള ലയബിലിറ്റീസ് ഡിഡക്ട് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഡിഡക്ട് ചെയ്തതിന് ശേഷമാണ് ഡെത്ത് എസ്റ്റേറ്റിൻ്റെ വാല്യുവേഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ മിക്കവാറും ക്വസ്റ്റ്യനിൽ നമുക്ക് ഡെത്ത് എസ്റ്റേറ്റ് തരും. ഇൻ കേസ് വാല്യൂ ചെയ്യാൻ പറയുകയാണെങ്കിൽ എല്ലാ അസറ്റ്സും കൊടുക്കുക, എക്സ്ക്ലൂഡിങ് പെൻഷൻ ഫണ്ട്, പ്രൊസീഡ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്, ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുക. അതിൽ നിന്ന് ഫ്യൂണറൽ എക്സ്പെൻസ്, ഇയാൾക്ക് ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള ലയബിലിറ്റീസ്, അതെല്ലാം ഡിഡക്ട് ചെയ്ത് കിട്ടുന്നതാണ് ഡെത്ത് എസ്റ്റേറ്റ്. ഓക്കെ, ഇത്രയാണ് ഡെത്ത് എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതേപോലെ നമുക്ക് ഈ സ്പൗസസ് തമ്മിലുള്ള ട്രാൻസ്ഫേഴ്സ്, അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്പൗസ് ട്രാൻസ്ഫേഴ്സ്, ഈ സ്പൗസ് ട്രാൻസ്ഫർ യു കെയിലെ എല്ലാ റൂളുകളിലും ഈ സ്പൗസസ് തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്, അവർ തമ്മിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ടാക്സ് ഫ്രീ ആണ്. അതിപ്പോൾ CGT-യിലാണെങ്കിലും IHT-യിലാണെങ്കിലും സ്പൗസ് ട്രാൻസ്ഫേഴ്സ് ഈസ് കംപ്ലീറ്റ്ലി അക്സെപ്റ്റഡ്. ഇപ്പം IHT-യിൽ നമ്മൾ പറയുമ്പോൾ ലൈഫ് ടൈം ട്രാൻസ്ഫറും അതേപോലെ ട്രാൻസ്ഫർ ഓൺ ഡെത്തും, ഇത് രണ്ടും എക്സെപ്റ്റഡ് ആണ്. സ്പൗസസിന് ഇത് രണ്ടും എക്സെപ്റ്റഡ് ആണ്. ഇപ്പോൾ ഒരാൾ അയാളുടെ വൈഫിന് ലൈഫ് ടൈമിൽ ഒരു അസറ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു, എന്ത് അസറ്റും ആയിക്കോട്ടെ, എന്ത് ഗിഫ്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാലും ലൈഫ് ടൈമിൽ കൊടുക്കുന്ന ഗിഫ്റ്റിന് ടാക്സ് ഇല്ല. അതിപ്പോൾ വൈഫ് അല്ലെങ്കിലും ടാക്സ് ഇല്ലല്ലോ. ഇപ്പോൾ ലൈഫ് ടൈമിൽ രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിൽ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ എക്സെപ്റ്റഡാ. ഓക്കെ, അപ്പോൾ വൈഫ് ആകുമ്പോഴും അത് എക്സെപ്റ്റഡ് തന്നെയാണ്. പക്ഷേ അത് പെറ്റല്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുത്താലും എൻ്റെ വൈഫിന് ഗിഫ്റ്റ് കൊടുത്താലും ലൈഫ് ടൈമിൽ ഇതിന് രണ്ടിനും ടാക്സ് ഇല്ല. പക്ഷേ ഫ്രണ്ടിന് കൊടുക്കുന്ന ഗിഫ്റ്റ് പെറ്റായിട്ടും വൈഫിന് കൊടുക്കുന്ന ഗിഫ്റ്റ് സ്പൗസ് എക്സെംഷനുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ടിനും ലൈഫ് ടൈമിൽ ടാക്സ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഗിഫ്റ്റ് കൊടുത്ത് 7 ഇയറിനുള്ളിൽ ഞാൻ മരിച്ചാൽ ഈ വൈഫിന് കൊടുത്ത ഗിഫ്റ്റ് ഡെത്തിൻ്റെ സമയത്ത് അഡീഷണലി ചാർജബിൾ ആവില്ല, വിത്തിൻ 7 ഇയറിനുള്ളിൽ മരിച്ചാലും. പക്ഷേ ഫ്രണ്ടിന് കൊടുത്ത ഗിഫ്റ്റ് എൻ്റെ ഡെത്തിൻ്റെ സമയത്ത് ചാർജബിൾ ആവും. ഓക്കെ, അപ്പോൾ സ്പൗസ് ട്രാൻസ്ഫേഴ്സ് എപ്പോഴും എക്സെപ്റ്റഡ് ആണ്. പിന്നെ അതേപോലെ ഈ സ്പൗസസ് തമ്മിൽ വേറെ ഒരു സ്പെഷ്യൽ റൂളും കൂടിയുണ്ട്. അതാണ് ട്രാൻസ്ഫർ ഓഫ് നിൽ റൈറ്റ് ബാൻഡ്. ഓക്കെ, സ്പൗസസ് തമ്മിൽ നിൽ റൈറ്റ് ബാൻഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിതിൻ്റെ എന്താ ഈ റൂള് കുറച്ചും കൂടി എന്താ പറയുക, നമുക്ക് കോമഡി ആയിട്ട് തോന്നാം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് ട്രാൻസ്ഫറുകളും ഇല്ലേ, അതായത് RN റെസിഡൻഷ്യൽ നിൽ റൈറ്റ് ബാൻഡും അതേപോലെ നോർമൽ നിൽ റൈറ്റ് ബാൻഡും, ഈ രണ്ട് നിൽ റൈറ്റ് ബാൻഡുകളും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ സ്പൗസസിൽ, പാർട്ട്നേഴ്സിൽ ഒരാൾ ഡെത്ത് ആവണം. ഓക്കെ, അപ്പോൾ ഒരാൾ ഡെത്ത് ആയാലാണ് അയാളുടെ അൺയൂസ്ഡ് നിൽ റൈറ്റ് ബാൻഡ് ലിവിങ് പാർട്ട്ണർക്ക് ട്രാൻസ്ഫർ ആവുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിസ്റ്റർ എക്സ് ഡെത്ത് ആവാണ്. ഓക്കെ, മിസ്റ്റർ എക്സ് മരിക്കുന്നു. സോ മിസ്റ്റർ എക്സ് ഡൈഡ് ഇൻ 2002 മിസ്റ്റർ എക്സ് ഡെത്തായി. അപ്പോൾ ഡെത്ത് ആവുന്ന സമയത്ത് ഇപ്പോൾ ഈ നിൽ റൈറ്റ് ബാൻഡിൻ്റെ എമൗണ്ടുകൾ മാറും. ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന നിൽ റൈറ്റ് ബാൻഡ് 325,000 അല്ലേ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിൽ റൈറ്റ് ബാൻഡ് 325,000. അപ്പോൾ ഈ ടാക്സ് റൂളുകൾ മാറുന്നതിനനുസരിച്ച് ഈ എമൗണ്ടുകളും മാറാം. അപ്പോൾ 2002 നിൽ റൈറ്റ് ബാൻഡ് 325,000 ഒന്നും ഉണ്ടാവില്ല, അതിനേക്കാളും ചെറിയ എമൗണ്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പറയാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ എടുക്കുകയാണ്, 2002 നിൽ റൈറ്റ് ബാൻഡ് 300,000 ആയിരുന്നു എന്ന് വിചാരിക്കും. 2002 നിൽ റൈറ്റ് ബാൻഡ് 300,000 ആയിരുന്നു. ഓക്കെ, 2002 മിസ്റ്റർ എക്സ് ഡെത്തായി. അപ്പോൾ ഈ മിസ്റ്റർ എക്സ് ഡെത്ത് ആവുന്ന സമയത്ത് ലൈഫ് ടൈം ട്രാൻസ്ഫറുകളൊന്നും നടന്നിട്ടില്ല. പക്ഷേ മിസ്റ്റർ എക്സിന് ഡെത്ത് എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഡെത്ത് എസ്റ്റേറ്റ് ഉണ്ടായിരുന്നത് ഒരു
180,000 ഡെത്ത് എസ്റ്റേറ്റ് മിസ്റ്റർ എക്സിന് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മിസ്റ്റർ എക്സിന്റെ ഡെത്ത് എസ്റ്റേറ്റിൽ ഈ 180,000 നിൽറെഡ് ബാൻഡിൽ കവേർഡായി പോയിക്കോളുമല്ലോ, അല്ലേ? അപ്പോൾ ഡെത്ത് എസ്റ്റേറ്റിന് ടാക്സ് ഒന്നും വരുന്നില്ല. അപ്പൊ ഇവിടെ കുറച്ച് എമൗണ്ട് ഓഫ് നിൽറെഡ് ബാൻഡ് അൺയൂസ്ഡ് ആവുന്നുണ്ട്. അൺയൂസ്ഡ് ആവുന്ന നിൽറെഡ് ബാൻഡ് എത്രയാണ്? 300,000 മൈനസ് 180,000, 120,000 നിൽറെഡ് ബാൻഡ് അൺയൂസ്ഡ് ആണ്. അപ്പൊ ഈ ഒരു പാർട്ട്ണർ ഡെത്ത് ആവുമ്പോൾ അയാളുടെ നിൽറെഡ് ബാൻഡ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ്ഡ് അല്ലെങ്കിൽ അൺയൂസ്ഡ് നിൽറെഡ് ബാൻഡ് ലിവിങ് പാർട്ട്ണർക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് മിസ്റ്റർ എക്സ് 2002 ഡെത്ത് ആവുമ്പോൾ ഇത്ര എമൗണ്ട് ഓഫ് നിൽറെഡ് ബാൻഡ് ബാക്കിയുണ്ട്, അതെന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം, മിസ്സസ് എക്സിന് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇൻ പെർസെൻറ്റേജിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതായത് ഈ എമൗണ്ട് അല്ല ട്രാൻസ്ഫർ, 120,000 എമൗണ്ട് ഓഫ് നിൽറെഡ് ബാൻഡ് അല്ല ട്രാൻസ്ഫർ ആവുക, അൺയൂസ്ഡ് പെർസെൻറ്റേജ് ആണ് ട്രാൻസ്ഫർ ആവുക. സോ 120,000 എന്ന് പറയുന്നത് 300,000-ന്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കണം. സോ ഇറ്റ്സ് എ 40%. സോ 40% ഓഫ് നിൽറെഡ് ബാൻഡ് ആണ് മിസ്റ്റർ എക്സ് ഡെത്ത് ആവുമ്പോൾ മിസ്സസ് എക്സിന് ട്രാൻസ്ഫർ ആവുന്നത്. ഓക്കെ, സോ അപ്പോൾ മിസ്റ്റർ എക്സിന്റെ അൺയൂസ്ഡ് നിൽറെഡ് ബാൻഡ് ഓൺ ഡെത്ത് മിസ്സസ് എക്സിന് ട്രാൻസ്ഫർ ആയി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ട്രാൻസ്ഫർ ആയി കിട്ടിയ നിൽറെഡ് ബാൻഡ് മിസ്സസ് എക്സിന്റെ ഡെത്ത് എസ്റ്റേറ്റിലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതായത് മിസ്റ്റർ എക്സ് ഡെത്തായി, ഫുൾ എമൗണ്ട് ഓഫ് നിൽറെഡ് ബാൻഡ് യൂസ്ഡ് അല്ല, 120,000 അൺയൂസ്ഡ് ഉണ്ട്. അൺയൂസ്ഡ് നിൽറെഡ് ബാൻഡിന്റെ പെർസെൻറ്റേജ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, ദാറ്റ്സ് 40%. ദിസ് 40% ഓഫ് നിൽറെഡ് ബാൻഡ് മിസ്സസ് എക്സിന് ട്രാൻസ്ഫർ ആവും. പക്ഷെ മിസ്സസ് എക്സിന്റെ ഡെത്ത് സ്റ്റേറ്റിലേ അത് ഉപയോഗിക്കാൻ പറ്റും. അതായത് മിസ്റ്റർ എക്സ് ഡെത്ത് ആയപ്പോൾ ട്രാൻസ്ഫർ ആയ നിൽറെഡ് ബാൻഡ് യൂസ് ചെയ്യണമെങ്കിൽ മിസ്സസ് എക്സ് ഡെത്ത് ആവണം. ഓക്കെ, അപ്പോൾ 2 ഡെത്ത് സംഭവിക്കണം അതിന്. ഓക്കെ, അപ്പോൾ ഇനി ലൈഫ് ടൈമിൽ ചിലപ്പോൾ ഇപ്പോൾ ഈ 40% ഓഫ് നിൽറെഡ് ബാൻഡ് മിസ്സസ് എക്സിന് ട്രാൻസ്ഫർ ആയി. മിസ്സസ് എക്സ് ലൈഫ് ടൈമിൽ CLTസും പെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. അവിടെ ഒന്നും ഈ ട്രാൻസ്ഫേർഡ് നിൽറെഡ് ബാൻഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി സേ ഫോർ എക്സാമ്പിൾ ഇത് കഴിഞ്ഞ് മിസ്സസ് എക്സ് ഡെത്ത് ആവുന്നത് 2025 വിചാരിക്കുക. 2025 മിസ്സസ് എക്സ് ഡെത്തായി. അപ്പൊ മിസ്സസ് എക്സിന്റെ ഡെത്തിന്റെ സമയത്ത് എത്ര നിൽറെഡ് ബാൻഡ് കിട്ടും? മിസ്സസ് എക്സിന്റെ നിൽറെഡ് ബാൻഡ് 325,000 ഉണ്ടല്ലോ ഓൾറെഡി. അതിന് പുറമെ സ്പൗസ് ട്രാൻസ്ഫർ, അതായത് ഹസ്ബൻഡ് ഡെത്തായ സമയത്തുള്ള നിൽറെഡ് ബാൻഡ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് വാസ് 40%. അപ്പോൾ 40% ഓഫ് 325,000 ആണ് എടുക്കുക. ഓക്കെ, അതായത് മിസ്സസ് എക്സ് ഡെത്ത് ആവുമ്പോൾ എത്രയാണോ നിൽറെഡ് ബാൻഡ്, ആ കൊല്ലത്തെ ടോട്ടൽ നിൽറെഡ് ബാൻഡ് എത്രയാണോ അതിൻ്റെ 40% ആണ് എടുക്കുക. അപ്പോൾ മിസ്സസ് എക്സിൻ്റെ ഡെത്ത് സ്റ്റേറ്റിൽ 325,000 മിസ്സസ് എക്സിൻ്റെ നിൽറെഡ് ബാൻഡും പ്ലസ് 130,000 അൺയൂസ്ഡ് നിൽറെഡ് ബാൻഡ് ഓഫ് മിസ്റ്റർ എക്സും ഇത് യൂസ് ചെയ്യാം. സോ ടോട്ടൽ മിസ്സസ് എക്സിൻ്റെ ഡെത്തിൽ 455 നിൽറെഡ് ബാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിൽറെഡ് ബാൻഡുകൾ ട്രാൻസ്ഫർ ചെയ്യാം. സ്പൗസസ് തമ്മിൽ നിൽറെഡ് ബാൻഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് 2 നിൽറെഡ് ബാൻഡും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. RNRBയും ട്രാൻസ്ഫർ ചെയ്യാം, നോർമൽ നിൽറെഡ് ബാൻഡും ട്രാൻസ്ഫർ ചെയ്യാം. നമ്മളിപ്പോൾ നോർമൽ നിൽറെഡ് ബാൻഡ് എക്സാമ്പിൾ ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ. ഇതേപോലെ RNRBയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട്ണർ ഡെത്ത് ആവുമ്പോൾ നിൽറെഡ് ബാൻഡോ RNRBയോ ഇഫ് ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി യൂസ്ഡ്, ദി റിമൈനിങ് പെർസെൻറ്റേജ് ഓഫ് അൺയൂസ്ഡ് നിൽറെഡ് ബാൻഡ് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അത് പെർസെൻറ്റേജിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് റൂള്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ടേപ്പർ റിലീഫാണ്. ടേപ്പർ റിലീഫ്. ഓക്കെ, അപ്പോൾ ടേപ്പർ റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു ഗിഫ്റ്റ് നടത്തി, അതായത് പെറ്റിനും CLTക്കും ടേപ്പർ റിലീഫ് ഉണ്ട്. പെറ്റും CLTയും നമ്മൾ പറഞ്ഞായിരുന്നു. ഒരാളൊരു ട്രാൻസ്ഫർ നടത്തി, പെറ്റോ CLTയോ, ലൈഫ് ടൈം ട്രാൻസ്ഫർ പെറ്റോ CLTയോ ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരാൾ ലൈഫ് ടൈമിൽ പെറ്റോ CLTയോ നടത്തിയാൽ ആ ട്രാൻസ്ഫർ കഴിഞ്ഞ് 7 ഇയറിനുള്ളിൽ ഡോണർ മരിക്കുകയാണെങ്കിൽ ആ ട്രാൻസ്ഫർ ഡെത്തിൻ്റെ സമയത്ത് ചാർജബിൾ ആവും. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ വിചാരിക്കുക. ഇപ്പം മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ആൾ ഒരു വലിയ എമൗണ്ടിൻ്റെ അസറ്റ് ആളുടെ ഫ്രണ്ടിന് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, മിസ്റ്റർ എക്സ് പെറ്റായിട്ട് ആളുടെ ഒരു ഫ്രണ്ടിന് വലിയൊരു എമൗണ്ടിൻ്റെ ഗിഫ്റ്റ് ട്രാൻസ്ഫർ, ഫോർ എക്സാമ്പിൾ 10 ലക്ഷത്തിൻ്റെ 10 lakhs വാല്യൂ ഉള്ളൊരു ഗിഫ്റ്റ് മിസ്റ്റർ എക്സ് ഫ്രണ്ടിന് കൊടുത്തു. അപ്പോൾ ഫ്രണ്ടിന് കൊടുക്കുമ്പോൾ അത് പെറ്റാകുമ്പോൾ അറ്റ് ദി ടൈം ഓഫ് ട്രാൻസ്ഫർ അത് എക്സെപ്റ്റഡാ. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഒക്കെ കഴിഞ്ഞ്
കുറേ വർഷങ്ങൾ മിസ്റ്റർ എക്സ് ജീവിച്ചു. അങ്ങനെ ആദ്യത്തെ വർഷം കഴിഞ്ഞു, രണ്ടാമത്തെ വർഷം കഴിഞ്ഞു, മൂന്നാമത്തെ വർഷം കഴിഞ്ഞു, നാലാമത്തെ വർഷം കഴിഞ്ഞു, 6 ഇയേഴ്സും കഴിഞ്ഞു. 7 ഇയേഴ്സ്, ഈ ട്രാൻസ്ഫർ കഴിഞ്ഞ് 7 ഇയർ കംപ്ലീറ്റ് ആവാൻ ഒരു ദിവസം ബാക്കിയുള്ളപ്പോൾ മിസ്റ്റർ എക്സ് മരിച്ചു. ഓക്കെ, അപ്പോൾ ഒരു ദിവസം കൂടി ആൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ 7 ഇയർ കംപ്ലീറ്റഡ് ആയി. പിന്നെ ആ ട്രാൻസ്ഫറിന് ടാക്സ് ഒന്നും കൊടുക്കണ്ട. പക്ഷെ ഒരു ദിവസം ബാക്കിയുള്ളപ്പോൾ ഇയാൾ മരിച്ചുപോയി. ഓക്കെ, അപ്പോൾ ഈ ഗിഫ്റ്റ് കിട്ടിയ ആൾ, ഈ മിസ്റ്റർ എക്സ്, മിസ്റ്റർ എക്സിൻ്റെ അടുത്ത് ഗിഫ്റ്റ് കിട്ടിയ ഫ്രണ്ട് അത്രയും വലിയ എമൗണ്ടിന് ടാക്സ് കൊടുക്കണ്ടേ? അപ്പോൾ അയാൾ അത്രയും 10 lakhs ഗിഫ്റ്റിൻ്റെ മേലെ കംപ്ലീറ്റ് എമൗണ്ടും ടാക്സ് കൊടുക്കുക എന്ന് പറയുന്നത് ഫെയർ അല്ലല്ലോ. കാരണം മിസ്റ്റർ എക്സ് ഒരു ദിവസം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഫുൾ ടാക്സ് എക്സംഷൻ കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ നമുക്ക് ടേപ്പർ റിലീഫ് ഉണ്ട്. ഇപ്പോൾ ടേപ്പർ റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെറ്റോ CLTO നടത്തി ഒരു ഡോണർ അറ്റ്ലീസ്റ്റ് 3 years ജീവിച്ചിരിക്കണം. ഓക്കെ, 3 years to 4 years, 3 to 4 years ആണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ 3 കൊല്ലെങ്കിലും ജീവിക്കണം. മിനിമം 3 years, ബട്ട് ലെസ് ദാൻ 4 years. ഓക്കെ, മോർ ദാൻ 3 to ലെസ് ദാൻ 4 years വരെ. ഓക്കെ, 3 to 4 years ജീവിച്ചിട്ടുണ്ടെങ്കിൽ 20% ടേപ്പർ റിലീഫാണ്. ദെൻ ഇനി ഡോണർ 4 to 5 years ആണ് ഡോണർ ജീവിക്കുന്നതെങ്കിൽ 20 എന്നുള്ളത് 40% ആവും. ദെൻ 5 to 6 years ആണെങ്കിൽ ഇത് 60% ആവും. ഓക്കെ, 6 to 7 years ആണെങ്കിൽ ഇത് 80% ആവും. മോർ ദാൻ 7 year ആണെങ്കിൽ എക്സംപ്റ്റഡ് ആണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കേസിൽ മിസ്റ്റർ എക്സ് ഗിഫ്റ്റ് കൊടുത്ത് 6 to 7 years ജീവിച്ചിരുന്നു. അപ്പോൾ മിസ്റ്റർ എക്സിൻ്റെ ഡെത്തിൻ്റെ സമയത്ത് വരുന്ന അഡീഷണൽ IST ലയബിലിറ്റി ഇല്ലേ, ആ IST ലയബിലിറ്റിയുടെ 80% ടേപ്പർ റിലീഫായിട്ട് കുറയ്ക്കാം. ഓക്കെ, 80% ടേപ്പർ റിലീഫാണ്. അപ്പോൾ അത് കുറച്ചിട്ടുള്ള എമൗണ്ട് ആ ഫ്രണ്ട് ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ടാക്സ് റിലീഫ് ഫ്രണ്ടിന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ടേപ്പർ റിലീഫ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ ക്വസ്റ്റ്യനിലും ആപ്ലിക്കബിൾ ആണ്. ഇതൊക്കെ എല്ലാവരും എടുക്കാനായിട്ട് വിട്ടുപോകുന്ന സാധനങ്ങളാണ്. ടേപ്പർ റിലീഫൊക്കെ എല്ലാ ക്വസ്റ്റ്യനിലും, ഈ ആനുവൽ എക്സംഷൻ, ടേപ്പർ റിലീഫ്, ഇതൊക്കെ എല്ലാത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക, വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്ക്, നമ്മൾ ലൈഫ് ടൈം CLT ഡോണർ പേ ചെയ്യുമ്പോൾ, അതായത് CLT എന്ന് പറയുന്നത് ട്രസ്റ്റിന് കൊടുക്കുന്ന ഗിഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ട്രസ്റ്റിന് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഡോണറും ട്രസ്റ്റും എലൈവ് ആണല്ലോ. അപ്പോൾ അതിൽ രണ്ടുപേരിലും ആര് വേണമെങ്കിലും ടാക്സ് കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു CLT നടത്തുകയാണ്. അപ്പോൾ മിസ്റ്റർ എക്സ് ടു എ ട്രസ്റ്റ് ഗിഫ്റ്റ് കൊടുത്തു. ഓക്കെ, മിസ്റ്റർ എക്സ് ട്രസ്റ്റിന് ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ കൊടുത്ത ഗിഫ്റ്റിൻ്റെ വാല്യൂ 500,000 ആണ് കൊടുത്ത ഗിഫ്റ്റിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇവിടെ CLT പേ ചെയ്യുന്നത് ഡോണറാണെന്ന് വിചാരിക്കുക. ഡോണർ ആരാണ്? മിസ്റ്റർ എക്സ്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് മിസ്റ്റർ എക്സ് ആണ്. അതിൻ്റെ ടാക്സും, അപ്പോൾ ലൈഫ് ടൈമിൽ IST ചാർജബിൾ ആണ്, അതിൻ്റെ ടാക്സ് കൊടുക്കുന്നത് മിസ്റ്റർ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ CLTയിലെ ടാക്സ് ഡോണർ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഇതിൻ്റെ എക്സംഷൻസ് മൈനസ് ചെയ്യും. എല്ലാത്തിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതാ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ എക്സംഷൻ കുറച്ചിട്ടുള്ള എമൗണ്ടാണ് തരുന്നതെങ്കിൽ കുറയ്ക്കണ്ട. അതർവൈസ് ജനറലി നമ്മൾ എന്ത് ചെയ്യണം? എക്സംഷൻസ് മൈനസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ 2 കൊല്ലത്തെ ആനുവൽ എക്സംഷൻ 2 കൊല്ലത്തെ ഉണ്ടെന്ന് വിചാരിക്കും. കറണ്ട് ഇയറിലെ പ്രീവിയസ് ഇയറിലെ ആനുവൽ എക്സംഷൻ ഉണ്ട്. സോ നമ്മൾ 500 നിന്ന് ഈ എമൗണ്ട് മൈനസ് ചെയ്തു, 6,000 മൈനസ് ചെയ്തു. ഇനി ലൈഫ് ടൈമിൽ മറ്റ് ട്രാൻസ്ഫർ ഒന്നും എക്സ് നടത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നിൽ റേറ്റ് ബാൻഡ് മൈനസ് ചെയ്യാമല്ലോ. ഇപ്പം നിൽ റേറ്റ് ബാൻഡ് മൈനസ് ചെയ്യും, 325,000 നിൽ റേറ്റ് ബാൻഡ് മൈനസ് ചെയ്യും. സോ അപ്പോൾ ഈ ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ട് 169,000 വരും. നിൽ റേറ്റ് ബാൻഡും കുറച്ച് കഴിഞ്ഞിട്ട് 169. ഈ 169ൻ്റെ മേലെ IST പേ ചെയ്യണം. അപ്പോൾ ഇവിടെ ലൈഫ് ടൈമിൽ IST പേ ചെയ്യുന്നത് ഡോണറാണ് എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോൾ ഡോണറാണ് ലൈഫ് ടൈം IST പേ ചെയ്യുന്നതെങ്കിൽ പെർസെൻറ്റേജ് 25%. ചിലപ്പോൾ മെറ്റീരിയൽ നിങ്ങൾ കാണുക 20/80 എന്നായിരിക്കും കാണുക. രണ്ടും ബോത്ത് ആർ സെയിം. 25% 20/80 സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ നോട്ട് ചെയ്യുകയും ചെയ്തു. നമ്മുടെ ടാക്സ് പെർസെൻറ്റേജസ് എഴുതിയപ്പോൾ ലൈഫ് ടൈം റേറ്റ് ഇഫ് ഡോണർ പേയ്സ്, ഡോണറാണ് ലൈഫ് ടൈം ടാക്സ് പേ ചെയ്യുന്നതെങ്കിൽ അത് 25% ആ ടാക്സ് കൊടുക്കണ്ടേ. ഓക്കെ, അപ്പോൾ 169,000ൻ്റെ 25% IST വരും. ഓക്കെ, 42250 ഡോണർ പേ ചെയ്യണം, അതായത് മിസ്റ്റർ എക്സ് പേ ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ
ഈ ഗ്രോസ് ഗിഫ്റ്റിന്റെ വാല്യൂ, അപ്പൊ ഇവിടെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ട്രസ്റ്റിനല്ലേ? അപ്പൊ ട്രസ്റ്റിന് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റിന്റെ ബെനിഫിറ്റ് കുറച്ചും കൂടെ കൂടുതലല്ലേ? അതായത് ട്രസ്റ്റിന് ഈ ഗിഫ്റ്റും കിട്ടി, ഗിഫ്റ്റിന് പുറമെ ആ ഗിഫ്റ്റ് റിലേറ്റഡ് ആയിട്ട് വന്ന ടാക്സും ഡോണർ തന്നെ പേ ചെയ്തു. അപ്പൊ ട്രസ്റ്റിന് കിട്ടിയ ഗിഫ്റ്റിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ആനുവൽ എക്സംഷൻ കുറച്ചതിന് ശേഷമുള്ള ഈ ഗിഫ്റ്റിന്റെ വാല്യൂ എടുക്കുക. അതായത് 5 ലാഖിന്റെ ഗിഫ്റ്റ് ആണ് ട്രസ്റ്റിന് കൊടുത്തത്, ആനുവൽ എക്സംഷൻ നമുക്ക് മൈനസ് ചെയ്യാം. ആനുവൽ എക്സംഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് എടുക്കുക, ദാറ്റ് ഈസ് 494,000 പ്ലസ് ഈ ഡോണർ പേ ചെയ്ത ടാക്സ് എത്രയാണോ, ഡോണർ പേ ചെയ്തിരിക്കുന്നത് 42250 ആണ്. ഈ ടാക്സും ട്രസ്റ്റിന് കിട്ടിയ ഗിഫ്റ്റാണ്, കാരണം ട്രസ്റ്റ് ടാക്സ് ഒന്നും പേ ചെയ്യാതാണ് ഈ ഗിഫ്റ്റ് കിട്ടുന്നത്. സോ അതിൻ്റെ ഈ ഗിഫ്റ്റിൻ്റെ ഡോണർ പേ ചെയ്യുന്ന IHTയുടെ വാല്യൂ കൂടെ നമ്മൾ ആഡ് ചെയ്യും. സോ ഈ ഗിഫ്റ്റിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 536,250 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഗിഫ്റ്റ് കൊടുത്തു, ഗിഫ്റ്റിൻ്റെ മേലെ വന്ന ടാക്സും ഡോണർ തന്നെ കൊടുത്തു. അപ്പോൾ ജസ്റ്റ് ആ ഗ്രോസ് ഗിഫ്റ്റിൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കും. ഓക്കെ, 536,250 ആണ് ആ ഗിഫ്റ്റിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് വെക്കുക. ദെൻ ഇനി ഇൻ കേസ് ഈ ഡോണർ മിസ്റ്റർ എക്സ് ഈ ട്രാൻസ്ഫർ കഴിഞ്ഞ് 7 ഇയറിനുള്ളിൽ മരിച്ചാൽ, വിത്തിൻ 7 ഇയേഴ്സ് ഓഫ് ട്രാൻസ്ഫർ ഡോണർ മരിച്ചാൽ, അവിടെ ചാർജബിൾ ആവുന്ന ഗിഫ്റ്റിന്റെ വാല്യൂ 536,250 ആയിരിക്കും. അതായത് ഈ ട്രാൻസ്ഫർ കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ മിസ്റ്റർ എക്സ് മരിച്ചു. അപ്പോൾ ഈ ട്രസ്റ്റ് ഈ ട്രാൻസ്ഫറിന്റെ മേലുള്ള ടാക്സ് പേ ചെയ്യണ്ടേ? അപ്പോൾ ഡോണറിന്റെ ഡെത്തിന്റെ സമയത്ത് ചാർജബിൾ ആവുന്ന എമൗണ്ട് 536,250 ആയിരിക്കും. അതിൻ്റെ മേലെ വേണം ട്രസ്റ്റ് ഡോണറിന്റെ ഡെത്തിന്റെ സമയത്ത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു റൂളും കൂടി ഉണ്ട്. ലൈഫ് ടൈമിൽ ഡോണർ ടാക്സ് പേ ചെയ്താൽ നമ്മൾ ആ ഗിഫ്റ്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഗിഫ്റ്റിന്റെ ട്രാൻസ്ഫർ ചെയ്ത ഗിഫ്റ്റിന്റെ വാല്യൂ പ്ലസ് ടാക്സും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അയ്യോ, നിൽ റൈറ്റ് ബാൻഡും നമുക്ക് നിൽ റൈറ്റ് ബാൻഡ്, നോർമൽ നിൽ റൈറ്റ് ബാൻഡ് RNRB നേരത്തെ പോലെ ട്രാൻസ്ഫർ ചെയ്യട്ടോ. ഞാൻ മെസ്സേജ് കണ്ടില്ല, ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ ട്രാൻസ്ഫേഴ്സിൽ NRBയും RNRBയും ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഷെയറിൻ്റെ റൂൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അത് നമ്മളെപ്പോഴും IHTയിൽ ഇപ്പോൾ ഈ പറയുന്ന കാര്യം ജനറലി ഉള്ളൊരു കാര്യമാണ്. അതായത് എന്ത് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിലും, എന്ത് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും നമ്മൾ ആ കൊടുക്കുന്ന ഗിഫ്റ്റിൻ്റെ വാല്യുവേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബിഫോർ വർത്തും ആഫ്റ്റർ വർത്തും വെച്ചിട്ടാണ്. ഓക്കെ, അതായത് മാർക്കറ്റ് വാല്യൂ അല്ല എടുക്കുക. അപ്പോൾ അതായത് ഇപ്പം എൻ്റെ കയ്യിലുള്ള ടോട്ടൽ അസറ്റ്സിൻ്റെ വാല്യൂ, എൻ്റെ കയ്യിൽ കുറേ അസറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കും. എൻ്റെ കയ്യിൽ ലാൻഡ് ഉണ്ട്, ബിൽഡിങ്സ് ഉണ്ട്, വണ്ടികളുണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അങ്ങനെ കുറേ അസറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ അസറ്റുകളിൽ നിന്ന് എൻ്റെ കുറച്ച് ലാൻഡ് ഞാൻ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ എൻ്റെ കുറച്ച് ലാൻഡ് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ കൊടുക്കുന്ന ലാൻഡിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുക്കുന്നത് ഒരു 10 സെൻറ്റ് സ്ഥലമാണ്. എൻ്റെ കയ്യിലുള്ള ഒരു 10 സെൻറ്റ് സ്ഥലം ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഫ്രീ ആയിട്ട് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന 10 സെൻറ്റ് ലാൻഡിൻ്റെ വാല്യൂ കണക്കാക്കണ്ടേ? ഈ വാല്യൂ നമ്മൾ കണക്കാക്കുന്നത് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടല്ല. ഓക്കെ, നമ്മൾ കണക്കാക്കുക ഞാൻ ഈ 10 സെൻറ്റ് ഓഫ് ലാൻഡ് എൻ്റെ ഫ്രണ്ടിന് കൊടുക്കുന്നതിന് മുൻപ് എൻ്റെ കയ്യിലുള്ള അസറ്റ്സിൻ്റെ വർത്ത് എടുക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ടോട്ടൽ ഒരു 900,000 വാല്യൂ ഉള്ള അസറ്റാണ് ഉള്ളത്. അത് ലാൻഡ് മാത്രമല്ല, എൻ്റെ കയ്യിലുള്ള എല്ലാ അസറ്റും കൂടി കൂട്ടിയിട്ട് 9 ലാഖിൻ്റെ വാല്യൂ ഉള്ള അസറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു 10 സെൻറ്റ് എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു. അപ്പോൾ ഈ 9 ലാഖിൽ 10 സെൻറ്റിൻ്റെ വാല്യൂ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അതടക്കമാണ് 9 ലാഖ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 10 സെൻറ്റ് എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു. ഓക്കെ, അപ്പോൾ 10 സെൻറ്റ് കൊടുത്തു. ദെൻ അപ്പോൾ ഈ 10 സെൻറ്റിന് ഒരു സെൻറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു 9,000 ആണ് ഒരു സെൻറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 10 സെൻറ്റ് കൊടുക്കുമ്പോൾ 10 ഇൻറ്റു 9,000, 90,000 എൻ്റെ വേർത്തിൽ കുറഞ്ഞു. ഓക്കെ, എൻ്റെ വേർത്തിൽ കുറയുന്നത് 90,000 ആണ്. അപ്പോൾ ബിഫോർ ട്രാൻസ്ഫർ എൻ്റെ കയ്യിലുള്ള വേർത്ത് 9 ലാഖും
അപ്പോൾ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് എൻ്റെ വേർത്ത് ഞാൻ കണക്കൂട്ടി വെക്കുമ്പോൾ എൻ്റെ വേർത്ത് 8,10,000 ആണ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ വേർത്തിൽ കുറഞ്ഞത് എത്രയാണ്? 9 lakh ഉണ്ടായിരുന്ന എൻ്റെ ആസ്തി എന്തായി? ഈ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ 8,10,000 ആയി. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലേ, ബിഫോർ ട്രാൻസ്ഫർ എൻ്റെ കയ്യിലുള്ള വേർത്തും ആഫ്റ്റർ ട്രാൻസ്ഫർ എൻ്റെ കയ്യിലുള്ള വേർത്തും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ഈ ഡിഫറൻസ് ആണ് വാല്യൂ ട്രാൻസ്ഫേർഡ് എന്ന് നമ്മൾ പറയുക. അപ്പോൾ 99% സിറ്റുവേഷനിലും അത് തന്നെയായിരിക്കും ഞാൻ ട്രാൻസ്ഫർ ചെയ്ത അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 10 സെൻറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 90,000. എൻ്റെ വേർത്തിൽ കുറഞ്ഞത് എത്രയാണ്? 9 lakh എന്നുള്ളത് 8,10,000 ആയി. കുറഞ്ഞതും എത്ര തന്നെയാണ്? 90,000 ആണ്. അപ്പോൾ മേജോറിറ്റി കേസസിലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ തന്നെയായിരിക്കും നമുക്ക് എന്തായിട്ട് വരിക? വാല്യൂ റിഡക്ഷൻ ആയിട്ട് വരിക, വേർത്തിൽ വരുന്ന ഡിഫറൻസ് ആയിട്ട് വരിക. പക്ഷേ ഷെയറുകളുടെ കേസിൽ അങ്ങനെയല്ല. ഷെയറിൻ്റെ വേർത്തിൽ വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മൾ എത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നു, ബിഫോർ ട്രാൻസ്ഫർ നമ്മുടെ കയ്യിൽ എത്ര ഷെയർ ഉണ്ട്, അതിൻ്റെ വേർത്ത് എത്ര, ആഫ്റ്റർ ട്രാൻസ്ഫർ എൻ്റെ കയ്യിൽ എത്ര ഷെയർ ഉണ്ട്, അതിൻ്റെ വേർത്ത് എത്ര, ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കാറുള്ളത്. ഓക്കെ, അത് ഇതേ റൂള് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ കേസസിലും ഇങ്ങനെയാണ് ചെയ്യുക. ബിഫോർ ട്രാൻസ്ഫർ, ആഫ്റ്റർ ട്രാൻസ്ഫർ വേർത്തിൽ വന്ന ഡിഫറൻസ് ആണ് വാല്യൂ ട്രാൻസ്ഫേർഡ് എന്ന് പറയുക. ഷെയർ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളിലും അതിൻ്റെ മാർക്കറ്റ് വാല്യൂ തന്നെയായിരിക്കും വേർത്തിൽ കുറയുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഷെയറിൻ്റെ കേസിലെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിഫോർ ട്രാൻസ്ഫറിൽ എത്ര പെർസെൻറ്റേജ് ഷെയർ ഹോൾഡിംഗ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ വേർത്ത്, ഓരോ ഷെയറിൻ്റെയും വേർത്ത് എത്രയാണ്, അപ്പോൾ അത്രയും നമ്പർ ഓഫ് ഷെയർസിൻ്റെ വേർത്ത്. ആഫ്റ്റർ ട്രാൻസ്ഫർ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്, അതിൻ്റെ വേർത്ത് എത്രയാണ്. അപ്പോൾ ആ ബിഫോർ ട്രാൻസ്ഫർ ആഫ്റ്റർ ട്രാൻസ്ഫർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ വാല്യൂ ട്രാൻസ്ഫേർഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് എല്ലാ അസറ്റ്സിലും ഇതേ റൂളാണ് ഫോളോ ചെയ്യുന്നത്. ഷെയറിൽ മാത്രമാണ് ഒരു ഡിഫറൻസ് വരിക. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സംഭവം നമ്മുടെ ഇതിൻ്റെ ഒരു തിയറി പാർട്ടാണ്. തിയറി പാർട്ട് ചോദിക്കാനുള്ള സാധ്യതയില്ല. എങ്ങനെയൊക്കെ മാക്സിമം IHT സേവ് നടത്താം, അത് IST പ്ലാനിംഗ് എന്നും പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം IST പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ മാക്സിമം IST നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം നിൽ റേറ്റ് ബാൻഡും RNRB ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക്, അതായത് RNRB കിട്ടാൻ എന്ത് ചെയ്യണം, ഒരാൾ ഡെത്ത് ആകുമ്പോൾ അയാളുടെ മെയിൻ റെസിഡൻസ് മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ തന്നെ കൊടുക്കുക. അപ്പോൾ RNRB യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം IST കുറയും. പിന്നെ അതേപോലെ നിൽ റേറ്റ് ബാൻഡ് 325,000 7 ഇയറിലേക്കാണ് ഒരു നിൽ റേറ്റ് ബാൻഡ്. അപ്പോൾ 7 ഇയർ ഗ്യാപ്പ് ഇട്ട് ഗിഫ്റ്റുകൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് നിൽ റേറ്റ് ബാൻഡ് ചെയ്യുക. പിന്നെ ലൈഫ് ടൈമിലെ ട്രാൻസ്ഫറുകൾ നടത്തുക. ഓക്കെ, ലൈഫ് ടൈമിലെ ട്രാൻസ്ഫർ നടത്തുമ്പോൾ നമുക്ക് എന്താ, ടാക്സ് കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ ലൈഫ് ടൈമിൽ ട്രാൻസ്ഫർ നടത്തി 7 ഇയറിനുള്ളിൽ ഡോണർ മരിച്ചാലും നമുക്ക് ടേപ്പർ റിലീഫ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ ജനറലി നമുക്ക് ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് തിയറീസ് ISTയിൽ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ISTയുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ സൈഡ് ഉണ്ട്. ISTയുടെ പേയ്മെൻറ്റ് ഡേറ്റ്സ് പറയുന്നുണ്ട്. ISTയുടെ പേയ്മെൻറ്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത് ലൈഫ് ടൈമിലെ ISTയുടെ പേയ്മെൻറ്റ് ഡേറ്റ്. ഇപ്പം ലൈഫ് ടൈമിൽ IST വരുന്നത് ആകെ CLTക്ക് മാത്രമല്ലേ. ലൈഫ് ടൈമിൽ ചെയ്യുന്നത് CLTയും പെറ്റും മാത്രമല്ലേ, പെറ്റ് എക്സംപ്റ്റഡ് ആണല്ലോ. അപ്പോൾ ലൈഫ് ടൈമിൽ CLT പേ ചെയ്യേണ്ടത് 2 ഡേറ്റ്സ് ലേറ്റർ ഡേറ്റിനുള്ളിലാണ്. ഓക്കെ, ലൈഫ് ടൈം CLT പേ ചെയ്യുക ലേറ്റർ ഓഫ് 2 ഡേറ്റ്സ്. അതിൽ ആദ്യത്തെ ഡേറ്റ് 30th April ആഫ്റ്റർ ടാക്സ് ഇയർ ഇൻ വിച്ച് ദി ഗിഫ്റ്റ് ഈസ് മെയ്ഡ്. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന ടാക്സ് ഇയറിന് ശേഷമുള്ള 30th April. ഇനി രണ്ടാമത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 6 months നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന മന്തിൻ്റെ എൻഡ് മുതൽ 6 months. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് പറയാം. ഞാൻ ലൈഫ് ടൈമിൽ ഒരു CLT നടത്തുവാണ്. ഓക്കെ, ലൈഫ് ടൈമിൽ ഒരു CLT ചെയ്തു. അപ്പോൾ CLTയുടെ ഡേറ്റ്, CLT നടത്തിയ ഡേറ്റ് എന്ന് പറയുന്നത് ഒരു 11th February 2024. ഇതാണ് ഞാൻ CLT നടത്തിയ ഡേറ്റ്. അപ്പം ഇങ്ങനെ ഞാനൊരു ഡേറ്റിൽ CLT നടത്തുമ്പോൾ ഞാൻ ആ CLT ഏത് ഡേറ്റിനുള്ളിൽ പേ ചെയ്യണം. അപ്പോൾ ലൈഫ് ടൈമിലുള്ള ടാക്സ് ആണ്. ലൈഫ് ടൈമിലുള്ള ടാക്സ് ആകുമ്പോൾ ഈ 2 ഡേറ്റ്സ് ഞാൻ നോക്കും. ഇതിൽ ലേറ്റർ ഡേറ്റിനുള്ളിൽ പേ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30th April ആഫ്റ്റർ ദി ടാക്സ് ഇയർ. അതായത് 11th February 2024 എന്ന് പറയുന്നത് ഏത് ടാക്സ് ഇയറിലാണോ നോക്കുക, അത് 23-24 ടാക്സ് ഇയർ ആണ്.
ഓക്കെ 11th ഫെബ്രുവരി 24 എന്ന് പറയുന്നത് 23-24 ടാക്സ് ഇയർ. അപ്പോൾ ആ ടാക്സ് ഇയർ എപ്പോൾ തീരും? 23-24 ടാക്സ് ഇയർ തീരുന്നത് 5th ഏപ്രിൽ 2024 അപ്പോൾ 5th ഏപ്രിൽ 24 കഴിഞ്ഞ് വരുന്ന 30th ഏപ്രിൽ. സോ ഇറ്റ് വിൽ ബി 30th ഏപ്രിൽ 24. അതാണ് ആദ്യത്തെ ഡേറ്റ്. രണ്ടാമത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 months ഫ്രം ദി എൻഡ് ഓഫ് ദി മന്ത് ഓഫ് ട്രാൻസ്ഫർ. ഈ CLT നടത്തുന്ന മന്തിൻ്റെ എൻഡ് മുതൽ 6 months എടുക്കുക. അതിപ്പോൾ ഫെബ്രുവരി 1st ട്രാൻസ്ഫർ ചെയ്താലും 2nd ട്രാൻസ്ഫർ ചെയ്താലും 15th ട്രാൻസ്ഫർ ചെയ്താലും 20th ട്രാൻസ്ഫർ ചെയ്താലും ഫെബ്രുവരി മന്തിൻ്റെ എൻഡ് മുതൽ 6 മാസം കൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ മാർച്ച് മുതൽ കൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫെബ്രുവരി മന്ത് കഴിഞ്ഞാൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. ഓക്കെ, അപ്പോൾ 31st ഓഗസ്റ്റ് 24. അപ്പോൾ ഈ 2 ഡേറ്റ്സ് എടുത്തു. ഈ 2 ഡേറ്റ്സിൽ ലേറ്റർ ഏതാണെന്ന് നോക്കും. സോ 31st ഓഗസ്റ്റ് 24 ആണ് ലേറ്റർ. ആ ഡേറ്റിനുള്ളിൽ ഞാൻ ഈ CLT പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ലൈഫ് ടൈം CLT പേ ചെയ്യേണ്ടത് ഈ 2 ഡേറ്റ്സിൽ ലേറ്റർ ഡേറ്റിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യണം. ഇനി ഡെത്തിൻ്റെ സമയത്ത്, ഓക്കെ, ഡെത്തിൻ്റെ സമയത്ത് വരുന്ന എല്ലാ ടാക്സുകളും പേ ചെയ്യേണ്ടത് ഒറ്റ ഡേറ്റിനുള്ളൂ. അപ്പോൾ ഡെത്തിൻ്റെ ഡേറ്റിൽ എന്ത് സംഭവിക്കാം? ലൈഫ് ടൈമിലെ ടാക്സുകൾ ഡെത്തിൽ വീണ്ടും ചാർജബിൾ ആക്കാം, ഡെത്ത് എസ്റ്റേറ്റ് വരാം. അപ്പം അങ്ങനെയുള്ള ടാക്സ് എല്ലാം നമ്മൾ ഡെത്ത് നടക്കുന്ന മന്തിൻ്റെ എൻഡ് മുതൽ 6 മാസം, ഓക്കെ, ഡെത്ത് ഏത് മന്തിലാണോ നടക്കുന്നത് ആ മന്തിൻ്റെ എൻഡ് മുതൽ 6 മാസം കൗണ്ട് ചെയ്യുക. 6 മന്തിനുള്ളിൽ ഡെത്തിൻ്റെ സമയത്തുള്ള IST കംപ്ലീറ്റ്ലി പേ ചെയ്തിരിക്കണം. ഓക്കെ, ഇതാണ് ഡെത്തിൻ്റെ സമയത്തുള്ള ടാക്സ് പേ ചെയ്യേണ്ട ഡേറ്റ്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓൾമോസ്റ്റ് നമ്മുടെ ISTയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യും. ഇപ്പോൾ സമയം എത്രയായി? ഓൾമോസ്റ്റ് 6 o'clock ആയി. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു സമയം ഉണ്ടാവും. സോ നമുക്കപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ചെയ്യാം. ഇപ്പോൾ 5:57 ആയി. നമുക്കൊരു 6:05 ആകുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു 7 to 8 minutes ബ്രേക്ക്. ഓക്കെ, അപ്പോൾ ഒരു 6:05 ആകുമ്പോൾ എല്ലാവരും റീജോയിൻ ചെയ്തോ. ദി സെയിം ലിങ്ക് തന്നെയായിരിക്കും. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ്ങിന് സെക്ഷൻ ബിയിലുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. റാൻഡംലി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. ക്ലാസ്സിൽ ചെയ്യിപ്പിക്കാത്തൊരു ക്വസ്റ്റ്യൻ 207 ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്ന ISTയിലെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ സെക്ഷൻ ബി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പോയിട്ട് നമ്മൾ സിനാരിയോ വായിക്കണ്ട. ഓക്കെ, അപ്പോൾ ബി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ടൈം ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നേരെ പോയിട്ട് ഫസ്റ്റ് റിക്വയർമെൻറ്റ് വായിക്കുക. ഓക്കെ, ദെൻ ഫസ്റ്റ് റിക്വയർമെൻറ്റ് വായിച്ച് പിന്നീട് ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങുക. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പോർഷനിൽ തന്നെ ആയിരിക്കും ഫസ്റ്റ് റിക്വയർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സിനാരിയോ ഉണ്ടാവുക. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ ടൈം നമുക്ക് കുറേ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ഞാൻ സ്ക്രീൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ റിക്വയർമെൻറ്റ് എന്താ? വാട്ട് വാസ് ദി എമൗണ്ട് ഓഫ് ദി ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ ഇൻ റെസ്പെക്ട് ഓഫ് ഋഷീസ് ചാർജബിൾ ലൈഫ് ടൈം ട്രാൻസ്ഫർ മെയ്ഡ് ടു ട്രസ്റ്റ് ഓൺ 16th April 2018. സോ 16th April 2018 ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നജീന ആൻഡ് ഋഷി വർ എ മാരീഡ് കപ്പിൾ. They made 3 lifetime gifts before Najina died on 22nd June 2024. അപ്പോൾ നജീന ഡെത്ത് ആയിട്ടിരിക്കുന്ന 2024 ഓക്കെ, ദെൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഋഷിയുടെ കേസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്തായിരുന്നു? 16th April 2018 ഋഷിയുടെ ലൈഫ് ടൈം ട്രാൻസ്ഫറിൽ ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ. ഓക്കെ, സോ ഓൺ 16th April 2018 ഋഷി മെയ്ഡ് എ ചാർജബിൾ ലൈഫ് ടൈം ട്രാൻസ്ഫർ ടു എ ട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് CLT ആണ്. ഓക്കെ, CLT ആണെന്ന് മനസ്സിലായി. ട്രസ്റ്റിനാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദി എമൗണ്ട് ഓഫ് ദി ഗിഫ്റ്റ് വാസ് 355,000. അപ്പോൾ ഗിഫ്റ്റിൻ്റെ വാല്യൂ 355,000 ആണ്. ഗിഫ്റ്റിൻ്റെ വാല്യൂ.
ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ അവൈലബിൾ എക്സംഷൻസ്. അപ്പോൾ ഈ 355 നമ്മുടെ ആനുവൽ എക്സംഷനൊക്കെ അഡ്ജസ്റ്റഡ് ആണ്, നമ്മൾ വീണ്ടും കുറയ്ക്കേണ്ട. ദെൻ ഋഷി അഗ്രി ടു പേ എനി IHT ഓൺ ദി ഗിഫ്റ്റ്. അപ്പോൾ ലൈഫ് ടൈം ടാക്സ് പേ ചെയ്യുന്ന ഋഷി തന്നെയാണ്, അതായത് ഡോണർ തന്നെയാണ്. ഓക്കെ, 2018 ട്രാൻസ്ഫർ നടക്കുന്നത്. ദെൻ ഓൺ 10th January 2024 ഋഷി മെയ്ഡ് എ ഗിഫ്റ്റ് ഓഫ് 2000 ഷെയർസ്. പിന്നീട് അടുത്ത ട്രാൻസ്ഫർ നടക്കുന്നത് 2024 അപ്പോൾ പിന്നീട് അതിനുശേഷം തന്നിരിക്കുന്നത് നജീനയുടെ ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ വിച്ച് മീൻസ് ഈ 2018 മുൻപ് ഋഷി ഒരു ട്രാൻസ്ഫർ നടത്തിയതായിട്ട് പറയുന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ പ്രീവിയസ്ലി ഒരു ട്രാൻസ്ഫർ ഇല്ല എന്ന് തന്നെ വേണം അസ്യൂം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ പ്രീവിയസ്ലി ട്രാൻസ്ഫറിനെ പറ്റിയൊന്നും പറയുന്നില്ലെങ്കിൽ അവിടെ ട്രാൻസ്ഫർ ഇല്ല. അപ്പോൾ നമ്മൾ 325,000 CLT ആണ്, ലൈഫ് ടൈമിൽ നിൽ റേറ്റ് ബാൻഡ് നമ്മൾ യൂസ് ചെയ്യും. സോ ബാക്കി 30,000 ഉണ്ടാവും. അപ്പോൾ IHT പേ ചെയ്യുന്നത് ഡോണർ തന്നെയാണ്. ഡോണർ തന്നെ IHT പേ ചെയ്യുമ്പോൾ 25%. സോ 30,000ൻ്റെ 25% IHT വരും. 7,500 IHT വരും. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഗ്രോസ് ട്രാൻസ്ഫർ എമൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഗ്രോസ് ട്രാൻസ്ഫർ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലൈഫ് ടൈമിൽ ഡോണർ തന്നെ ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ ഗിഫ്റ്റിൻ്റെ വാല്യൂ പ്ലസ് ടാക്സ്. ഇപ്പോൾ 355,000 പ്ലസ് 7,500 ഇത് രണ്ടും ആഡ് ചെയ്യുക, 362,500. ഇതാണ് ഗ്രോസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ റിക്വയർമെൻറ്റിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിക്വയർമെൻറ്റിൻ്റെ ആൻസർ 362,500 ആണ് ആദ്യത്തെ റിക്വയർമെൻറ്റിൻ്റെ ആൻസർ വരിക. ഓക്കെ, സിമ്പിൾ. ഇനി നമുക്ക്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിക്വയർമെൻറ്റ് വായിച്ചു, ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങി, ഫസ്റ്റ് പോർഷനിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറിനുള്ള ഹിൻറ്റുകളെല്ലാം കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് റിക്വയർമെൻറ്റിലേക്ക് പോവാം. നെക്സ്റ്റ് റിക്വയർമെൻറ്റിലേക്ക് പോകുമ്പോൾ, ഫോർ ഇൻഹെറിറ്റൻസ് ടാക്സ് പർപ്പസസ് വാട്ട് വാസ് ദി എമൗണ്ട് ഓഫ് ദി ട്രാൻസ്ഫർ ഓഫ് വാല്യൂ ഓഫ് ഋഷീസ് ഗിഫ്റ്റ് ഓഫ് 2000 ഷെയർസ് ഇൻ ആൽഷൻ ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ IHT പർപ്പസിൽ ട്രാൻസ്ഫർ വാല്യൂ എത്രയാണ്? 2000 ഷെയർസ് കൊടുക്കുമ്പോഴുള്ള ട്രാൻസ്ഫർ വാല്യൂ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഡിമിന്യൂഷൻ ഇൻ വാല്യൂ ആണ് എപ്പോഴും നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓൺ 10th January 2024 ഋഷി മെയ്ഡ് എ ഗിഫ്റ്റ് ഓഫ് 2000 ഓർഡിനറി ഷെയർസ് ഇൻ ആൽഷൻ ലിമിറ്റഡ് ടു ഹിസ് സൺ. ബിഫോർ ദി ട്രാൻസ്ഫർ ഋഷി ഓൺഡ് 8,000 ഷെയർസ്. അപ്പോൾ ബിഫോർ ട്രാൻസ്ഫർ അതേപോലെ ആഫ്റ്റർ ട്രാൻസ്ഫർ കയ്യിലുള്ള ഷെയർസിൻ്റെ വേർത്താണ് നമ്മൾ നോക്കുക. സോ ബിഫോർ ട്രാൻസ്ഫർ 8,000 ഷെയർസ് ഉണ്ട്, അതിൽ 2000 ഷെയർസ് കൊടുത്തു. സോ ആഫ്റ്റർ ട്രാൻസ്ഫർ അപ്പോൾ എത്ര ഷെയർ ഉണ്ടാവും? 6,000 ഷെയർസ് ഉണ്ടാവും. ഓക്കെ, ബിഫോർ ട്രാൻസ്ഫർ ഋഷി ഓൺഡ് 8,000 ഷെയർസ് ഇൻ ആൽഷൻ ലിമിറ്റഡ്. ആൽഷൻ ലിമിറ്റഡ് ആസ് ആൻ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 10,000 ഓർഡിനറി ഷെയർസ്. അപ്പോൾ ആ കമ്പനിയിലുള്ള ടോട്ടൽ 10,000 ഷെയർസ് ആണ്. അതിൽ 8,000 ഋഷി ഓൺ ചെയ്തിരുന്നു, അതിൽ നിന്ന് 2,000 കൊടുത്തു, ഇപ്പോൾ 6,000 ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ദി വാല്യുവേഷൻ ഓഫ് ആൽഷൻ ലിമിറ്റഡ് ഷെയർസ് ഓൺ 10th January. അപ്പോൾ ഈ ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വാല്യുവേഷൻ ഇങ്ങനെയാണ്. ഒരാളുടെ കയ്യിൽ 1 to 25% ഷെയർ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ ഒരു ഷെയറിൻ്റെ വർത്ത് 10 പൗണ്ടാണ്. 26 to 50% ആണ് ഷെയറിലെങ്കിൽ 14 പൗണ്ടാണ് ഷെയറിൻ്റെ വർത്ത്. 50 to 75% ഷെയർ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ ഒരു ഷെയറിൻ്റെ വർത്ത് 20, 75 to 100 ആണെങ്കിൽ 30. അപ്പോൾ ബിഫോർ ട്രാൻസ്ഫർ 80% ഷെയർ ഉണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ഋഷിയുടെ കയ്യിലുള്ള ഷെയറിൻ്റെ വർത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഷെയറിന് 30 പൗണ്ട് വർത്ത് ഉണ്ട്. സോ ബിഫോർ ട്രാൻസ്ഫർ ഈ ഷെയറിൻ്റെ വാല്യുവേഷൻ വർത്ത് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 240,000 ആണ്. ആഫ്റ്റർ ട്രാൻസ്ഫർ 60% ആയിട്ട് റെഡ്യൂസ് ചെയ്തു ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബിറ്റ്വീൻ 50 to 75 ആയി. അപ്പോൾ ഒരു ഷെയറിൻ്റെ വർത്ത് 20 ആയിട്ട് റെഡ്യൂസ് ആയി. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ട്രാൻസ്ഫർ ഷെയറിൻ്റെ വർത്ത് 20 പെർ ഷെയർ ആയി. അപ്പോൾ ആഫ്റ്റർ ട്രാൻസ്ഫർ കയ്യിലുള്ള ഷെയറിൻ്റെ വാല്യൂ ഓഫ് ഋഷി എന്ന് പറയുന്നത് 20,000 ആണ്. ഓക്കെ, അപ്പോൾ ഡിമിന്യൂഷൻ ഇൻ വാല്യൂ 120,000 ആണ്. ഓക്കെ, അപ്പോൾ ബിഫോർ ട്രാൻസ്ഫർ ആഫ്റ്റർ ട്രാൻസ്ഫർ തമ്മിലുള്ള ഡിഫറൻസ് 120,000 ആണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും വരിക. ഓക്കെ, ഓപ്ഷൻ എ 120,000 ഈസ് ദി ആൻസർ. ഇപ്പോൾ രണ്ടാമത്തെ റിക്വയർമെൻറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ആൻഡ് അപ്പോൾ ഇനി മൂന്നാമത്തേലേക്ക്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഓർഡറും ക്വസ്റ്റ്യൻ ഇടുന്ന ഓർഡറും സിനാരിയോയിലെ ഓർഡറും കോറിലേറ്റഡ് ആണ്. പിന്നെ നമ്മൾ അടുത്ത റിക്വയർമെൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത റിക്വയർമെൻറ്റ്, വാട്ട് ഈസ് ദി ടോട്ടൽ വാല്യൂ ഓഫ് ദി എക്സംഷൻസ് വിച്ച് വിൽ ഹാവ് ബീൻ ഡിഡക്റ്റഡ് ഇൻ കാൽക്കുലേറ്റിംഗ് ദി വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എക്സം ട്രാൻസ്ഫർ
that Najina made to her grandson on 11th May 2021. അപ്പോൾ ഇനി നജീനയുടെ കാര്യമാണ് പറയുന്നത്. ലൈഫ് ടൈമിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്തൊക്കെ എക്സംഷൻസ് കൺസിഡർ ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഗിഫ്റ്റ് എന്താണ്, ആർക്കാണ് കൊടുക്കണതെന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പം നജീനയുടെ കേസിൽ നോക്കുമ്പോൾ on 11th May 2021, Najina made a potential exempt transfer of 350,000 to her grandson as a wedding gift when the grandson got married. This figure is after deducting all available exemptions. The nil rate band for the tax year 21-22, 325,000. This is the only lifetime transfer made by Najina. അപ്പോൾ ഇവിടെ ഏതൊക്കെ എക്സംഷൻ, അപ്പോൾ ഈ തന്നിരിക്കുന്ന എമൗണ്ട് 350,000 തന്നിരിക്കുന്നത് എല്ലാ എക്സംഷൻസും കുറച്ചിട്ടുള്ള എമൗണ്ടാണ്. അപ്പോൾ എന്തൊക്കെ എക്സംഷൻസ് കുറച്ചിട്ടുണ്ടാവും അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മാരേജിന് വേണ്ടിയിട്ട് ഗ്രാൻഡ് സണ്ണിന് കൊടുക്കുന്നതല്ലേ. അപ്പോൾ മാരേജ് ഗിഫ്റ്റ് എക്സംഷൻ ആയിട്ട് 2,500 എടുക്കാമല്ലോ. ഗ്രാൻഡ് പാരൻസ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് 2,500 എടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ ആനുവൽ എക്സംഷനും ഡിഡക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആനുവൽ എക്സംഷൻ കറണ്ട് ഇയറിൽ ആനുവൽ എക്സംഷൻ 3,000 ഉണ്ടാവും. ദെൻ പ്രീവിയസ് ഇയറിൽ വേറൊരു ഗിഫ്റ്റ് കൊടുത്തായിട്ട് പറയുന്നില്ല, പ്രീവിയസ് ഇയറിൽ ആനുവൽ എക്സംഷൻ ഉണ്ടാവും 3,000. അപ്പോൾ 2 ആനുവൽ എക്സംഷൻ, മാരേജ് ഗിഫ്റ്റ് എക്സംഷൻ, ടോട്ടൽ 8,500 ആയിരിക്കും അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, സോ അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 8,000, ഓപ്ഷൻ ഡി ആയിരിക്കും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് ഇൻഹെറിറ്റൻസ് ടാക്സ് വിച്ച് വിൽ ബി പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ദി പൊട്ടൻഷ്യൽ എക്സംപ്റ്റ് ട്രാൻസ്ഫർ made to grandson on 11th May 2021 as a result of Najina's death. ഓക്കെ, അപ്പം നജീന ഡെത്ത് ആകുമ്പോൾ എത്ര IHT വരും? അതായത് 11th May 2021 നമ്മളിപ്പോൾ പറഞ്ഞ ട്രാൻസ്ഫർ ഉണ്ടല്ലോ, 11th May 2021 നടക്കുന്ന ട്രാൻസ്ഫർ. ഈ ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ട് നജീനയുടെ ഡെത്തിൻ്റെ സമയത്ത് എത്ര IHT വരും? അപ്പോൾ ഡെത്ത് നടക്കുന്നത് ട്രാൻസ്ഫർ നടക്കുന്നത് 11th May 2021 അതൊരു പെറ്റാണ്. പെറ്റിൻ്റെ വാല്യൂ 350,000 ആണ്. ഓക്കെ, നമുക്കറിയാം. പിന്നെ ഡെത്ത് നടക്കുന്ന എപ്പോഴാണ്? നജീന ഡെത്ത് ആവുന്നത് ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, 26 ജൂൺ 2024 ഡെത്ത് ആവാണ്. 26 ജൂൺ 2024 ഈ ഡേറ്റിന് ഡെത്തായി. അപ്പോൾ ഡെത്ത് ആവുമ്പോൾ ഈ 350,000 ചാർജബിൾ ആവും. ഓക്കെ, വിത്തിൻ ട്രാൻസ്ഫർ നടത്തി 7 ഡേയ്സിനുള്ളിലാണല്ലോ ഡെത്ത് ആവുന്നത്. അപ്പോൾ ഡെത്ത് ആവുന്ന സമയത്ത് നമുക്ക് ഈ പെറ്റ് ചാർജബിൾ ആവും. അപ്പം നിൽ റേറ്റ് ബാൻഡ് നമുക്ക് വേണം. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് ഈ ഒരു ഒറ്റൊരു ട്രാൻസ്ഫർ മാത്രമേ നജീന ലൈഫ് ടൈമിൽ ചെയ്തിട്ടുള്ളൂ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് 7 വേറെ ട്രാൻസ്ഫർ ഒന്നും ഇല്ല. അപ്പോൾ 350,000-ൽ 325,000 നിൽ റേറ്റ് ബാൻഡ് കിട്ടും. അപ്പോൾ 350-ൽ 325,000 പോയി കഴിഞ്ഞാൽ 25,000. അതിൻ്റെ മേലെ IHT ഡെത്തിൻ്റെ സമയത്ത് വരുന്നത് 40%. സോ 25,000-ൻ്റെ 40% IHT വരും. അപ്പോൾ ഇനി ഇവിടെ ഒരു കാര്യം കൂടി നോക്കണം. ഡെത്തിൻ്റെ സമയത്ത് എപ്പോഴും നമ്മൾ IHT കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ IHT കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം ടേപ്പർ റിലീഫ് കിട്ടുമോ എന്ന് നോക്കണം. ഇപ്പോൾ ടേപ്പർ റിലീഫ് കിട്ടണമെങ്കിൽ ട്രാൻസ്ഫർ ഡേറ്റും ഡെത്ത് ഡേറ്റും തമ്മിൽ മിനിമം 3 ഇയേഴ്സിൻ്റെ ഡിഫറൻസ് വേണം. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, 2021 മെയ്യിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ 22 മെയ് ആകുമ്പോൾ 1 വർഷം, 23 മെയ്, 24 മെയ്. ഓക്കെ, അപ്പോൾ 2024 മെയ് ആയപ്പോഴേക്കും 3 വർഷം കംപ്ലീറ്റ് ആയി. പക്ഷേ 2025 മെയ് വരെ ആൾ ജീവിച്ചില്ല. അപ്പോൾ ബിറ്റ്വീൻ 3 to 4 ഇയേഴ്സ് ആൾ ജീവിച്ചിട്ടുണ്ട് ഈ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട്. സോ ടേപ്പർ റിലീഫ് 3 to 4 ഇയേഴ്സ് ആവുമ്പോൾ ടേപ്പർ റിലീഫ് കിട്ടുക 20%. ഓക്കെ, അപ്പോൾ 10,000-ൻ്റെ 20% ടേപ്പർ റിലീഫ് കിട്ടും. അപ്പോൾ അത് കുറച്ച് 8,000 ആണ് IHT വരിക. ഓക്കെ, ഡെത്തിൻ്റെ സമയത്ത്, അപ്പോൾ നജീനയുടെ ഡെത്തിൻ്റെ സമയത്ത് ഈ ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ട് 8,000 IHT വരും. ഓക്കെ, സോ ലെറ്റ് us മൂവ് ടു ദി നെക്സ്റ്റ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇതാ, സെലക്ട് ദി കറക്റ്റ് ഇൻഡിവിജ്വൽ ആൻഡ് ഡേറ്റ് ഫ്രം ബിലോ ടു ഐഡൻറ്റിഫൈ who is responsible for paying the inheritance tax arising from the potential exempt transmitted to
made to grandson on 11th May 21 as a result of Najina's death, and when this tax will be payable. നജീനയുടെ ഡെത്തിൻ്റെ സമയത്ത് ഈ 8,000 ടാക്സ് വരും എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇതാര് പേ ചെയ്യണം, എപ്പോൾ പേ ചെയ്യണം, ഇത് രണ്ടുമാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് പേ ചെയ്യേണ്ടത് ആരാ? ഒരാൾക്ക് ഇത് ഗിഫ്റ്റ് കിട്ടി, ബെനിഫിഷ്യറീസ് ആണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? ഗ്രാൻഡ് സണ്ണിനാണ്, അല്ലേ? അപ്പോൾ ഗ്രാൻഡ് സണ്ണാണ് അതിൻ്റെ ടാക്സ് പേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റെസ്പോൺസിബിൾ ഫോർ പേയ്മെൻ്റ് എന്ന് പറയുന്നത് ഗ്രാൻഡ് സൺ ആയിരിക്കും. ഓൾറെഡി പെയ്ഡ് എമൗണ്ട് എന്താണ് ഡിഡക്ട് ചെയ്യാത്തത്? ഇതിൽ ഓൾറെഡി പെയ്ഡ് എമൗണ്ട് ഇല്ലല്ലോ. ഇത് CLT അല്ലല്ലോ, പെറ്റല്ലേ. പെറ്റിന് ലൈഫ് ടൈമിൽ ടാക്സ് ഇല്ലല്ലോ, ലൈഫ് ടൈമിൽ ടാക്സ് എക്സംപ്റ്റഡ് അല്ലേ. CLT ആണെങ്കിൽ ഉണ്ടാവും, പെറ്റിനില്ല. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഹൂസ് റെസ്പോൺസിബിൾ ഫോർ പേയിങ് ദി ടാക്സ് ഓൺ ഡെത്ത്. അപ്പോൾ ഡെത്തിൻ്റെ സമയത്ത് വരുന്ന ടാക്സുകളെല്ലാം ആ ട്രാൻസ്ഫറിൻ്റെ ബെനിഫിറ്റ് കിട്ടിയ ആൾക്കാരാണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത് ഗ്രാൻഡ് സണ്ണിനാണ്. സോ ഗ്രാൻഡ് സണ്ണ് വേണം നജീനയുടെ ഡെത്തിൻ്റെ സമയത്ത് വരുന്ന IST പേ ചെയ്യാൻ. അപ്പോൾ ഈ പേഴ്സണൽ റെപ്രസെൻറ്റേറ്റീവ് പേ ചെയ്യേണ്ടത് ഡെത്ത് എസ്റ്റേറ്റിൻ്റെ മേലെയുള്ള സാധനങ്ങളാണ് കേട്ടോ. ഡെത്ത് എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് പേഴ്സണൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡെത്ത് എസ്റ്റേറ്റ് അല്ലല്ലോ, ലൈഫ് ടൈമിലെ ട്രാൻസ്ഫർ ഡെത്തിൽ ചാർജബിൾ ആയതാണ്. അപ്പോൾ ബെനിഫിഷ്യറീസ് തന്നെ പേ ചെയ്യണം. സോ ഗ്രാൻഡ് സൺ പേ ചെയ്യണം. ഇനി എന്ന് പേ ചെയ്യണം? അപ്പോൾ പേ ചെയ്യേണ്ടത് ഡെത്തിൻ്റെ സമയത്തുള്ള എല്ലാ ടാക്സുകളും പേ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞില്ലേ, ഡെത്ത് നടക്കുന്ന മന്തിൻ്റെ എൻഡ് മുതൽ 6 മാസം. അപ്പോൾ ഡെത്ത് നടക്കുന്നത് തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡെത്ത് നടക്കുന്നത് 26 ജൂൺ 24-നാണ്. അപ്പോൾ ജൂൺ 2024-ലാണ് ഡെത്ത് നടക്കുന്നത്. അപ്പോൾ ആ മന്തിൻ്റെ എൻഡ് മുതൽ 6 മാസം. അപ്പോൾ ജൂൺ കഴിഞ്ഞാൽ ജൂലൈ തൊട്ട് കൗണ്ട് ചെയ്യാം. അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ അത് പേ ചെയ്യേണ്ടത് 31 ഡിസംബർ 24-നുള്ളിൽ പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ 31 ഡിസംബർ 24-നുള്ളിൽ ടാക്സ് പേ ചെയ്യുക. പേ ചെയ്യേണ്ടത് ഗ്രാൻഡ് സൺ ആണ്. അതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെക്ഷൻ B ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ IST-യിലാണെങ്കിലും വാറ്റിലാണെങ്കിലും CGT-യിലാണെങ്കിലും കമ്പ്യൂട്ടേഷൻ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ പ്രയോറിറ്റി സെക്ഷൻ Bക്ക് കൊടുക്കുക. കാരണം പ്രീവിയസ്ലി ഉള്ള റീസെൻറ്റ് ട്രെൻഡ് അനുസരിച്ചിട്ട് സെക്ഷൻ Bയിൽ ഈ ഏരിയാസ് ടെസ്റ്റ് ചെയ്യാനാണ് പോസിബിലിറ്റി. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബാക്കിയുള്ള IST-യിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ നാളെ നമ്മളപ്പോൾ എഗെയിൻ കണ്ടിന്യൂ ചെയ്യും വിത്ത് വാറ്റ്. അപ്പോൾ നാളെ നമ്മൾ വാറ്റ് ആയിരിക്കും. ഇതേപോലെ വാറ്റിൻ്റെ പോർഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും, ഒരു ചെറിയ റിവിഷൻ നടത്തും, ദെൻ വാറ്റിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ അപ്പോൾ ബൈ ബൈ ഗൈസ്, സീ യു ടുമോറോ.